दादा मधुबन प्रभात मुरली 4/7/22। मीठे बच्चे, बाबा आया है तुम्हें सौभाग्यशाली बनाने। सौभाग्यशाली अर्थात स्वर्ग का मालिक। तुम्हारा भी कर्तव्य है सबको आप समान बनाना। ഇന്ന് ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുന്നത് നിങ്ങളെ സൗഭാഗ്യശാലികളാക്കുന്നതിന് വേണ്ടിയാണ്. സൗഭാഗ്യശാലി എന്നാൽ സ്വർഗത്തിന്റെ അധികാരി. നിങ്ങളുടെ കർത്തവ്യമാണ് എല്ലാവരെയും തനിക്ക് സമാനമാക്കി മാറ്റുക. അതായത് ബാബ വന്നിരിക്കുന്നത് സൗഭാഗ്യശാലിയാക്കാനാണ്. സൗഭാഗ്യശാലി എന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ അധികാരികള്. അപ്പോൾ നമുക്കൊരു കർത്തവ്യം കൂടിയുണ്ട്, അങ്ങനെ അധികാരിയാകാൻ വേണ്ടിയിട്ട് എല്ലാവരെയും തനിക്ക് സമാനം സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യരാക്കി മാറ്റും. ചോദ്യം: सबसे नंबर 1 कॉन्फ्रेंस कब और कौन सी होती है, उससे प्राप्ति क्या है? ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കോൺഫറൻസ് എപ്പോൾ നടക്കും, അത് ഏതാണ്, അതിലൂടെ എൻ്റെ പ്രാപ്തി എന്താണ്? ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കോൺഫറൻസ് എപ്പോൾ നടക്കും, അത് ഏതാണ്, അതിലൂടെ ഉണ്ടാവുന്ന പ്രാപ്തി എന്താണ്? ഉത്തരം: संगम पर आत्मा और परमात्मा का मिलन ही नंबर 1 कॉन्फ्रेंस है. സംഗമയുഗത്തിൽ നടക്കുന്ന ആത്മ പരമാത്മ മിലനമാണ് നമ്പർ 1 कॉन्फ्रेंस. जब यह कॉन्फ्रेंस होती है तब आत्माओं को परमात्मा से मुक्ति व जीवन मुक्ति का वर्षा मिलता है. എപ്പോഴാണോ ഈ കോൺഫറൻസ് നടക്കുന്നത് അപ്പോഴാണ് ആത്മാക്കൾക്ക് പരമാത്മാവിൽ നിന്നും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സ്വത്ത് ലഭിക്കുന്നത്. ഇസേ ഹി സച്ചാ സച്ചാ കുംഭ് ഭി കഹാ ജാതാ ഹൈ. ഇതിനെ തന്നെയാണ് സത്യമായ കുംഭം എന്നല്ലെങ്കിൽ കുംഭമേള എന്ന് പറയുന്നത്. യഹ് കുംഭ് കാ മേള ഫസ്റ്റ് ക്ലാസ് കോൺഫറൻസ് ഹൈ. ഈ കുംഭമേള ഫസ്റ്റ് ക്ലാസ് കോൺഫറൻസ് ആണ്. इसके बाद फिर कोई कॉन्फ्रेंस यज्ञ तभी आदि होते नहीं, सब बंद हो जाता है. ഈ കോൺഫറൻസിന് ശേഷം പിന്നെ കോൺഫറൻസുകള്, യജ്ഞം, തപം ഇതൊന്നും ഉണ്ടാവില്ല, എല്ലാം നിലച്ചു. അതായത് ബാബയുമായി ചേർന്ന് നമുക്ക് മുക്തിയും ജീവൻ മുക്തിയും കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ലോകത്ത് ശാന്തി സമ്മേളനങ്ങളോ അല്ലെങ്കിൽ യജ്ഞതപാദികളോ ഒന്നും ഉണ്ടാവില്ല. അരകൽപ്പത്തേക്ക് എല്ലാം നിലച്ചു. അതാണ് ഇതിൽ നിന്നുണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം. ഗീതം മാതാ ഓ മാതാ ഓം ശാന്തി. ബച്ചനെ മഹിമ കാ ഗീത് സ്വയം. കുട്ടികള് ഈ മഹിമയുടെ പാട്ട് കേട്ടു. ബച്ചെ ജാനത്തെ ഹെ ഭക്തി മാർഗമേ മഹിമ ഹി ഹോത്തി ആയി ഹെ. കുട്ടികൾക്കറിയാം ഈ മഹിമ പാടലെല്ലാം ഭക്തി മാർഗത്തിലാണ്. ജോ പാസ്റ്റ് ഹോ ഗയാ ഹെ ഉൻകി ഫിർ മഹിമ ഹോത്തി. അല്ലെ, കഴിഞ്ഞു പോയവര്, ജീവിച്ചു വന്നവരുടെ മഹിമ നമ്മൾ പാടുന്നു. ജഗദംബ കി മഹിമ ഗാത്തേ ഹെ തൂ ഹോ ഭാഗ്യവിധാത. ആ പാട്ടിൽ പാടിയത് ജഗദംബയുടെ മഹിമയാണ്. ഓ മാതാ, നീയാണ് എല്ലാവരുടെയും ഭാഗ്യ വിധാത. അബ് യഹ് ഹുയി ഭക്തി ഔർ മഹിമ. ഇതെല്ലാം ഭക്തിയും മഹിമയുമാണ്. തും ഭക്തി ഔർ മഹിമ കർ നഹീ സക്തി. ബാബ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ഭക്തിയും ചെയ്യാൻ പാടില്ല, മഹിമയും ചെയ്യാൻ പാടില്ല. ആരുടെയും മഹിമ പാടി നടക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? മഹിമ പാടരുത്. പിന്നെ ബാബ എന്ത് പറയും? മഹിമ പാടരുത്, മഹിമായോഗ്യരായി മാറാൻ പറയും. തും ജനത്തെ ഹോഗി സൗഭാഗ്യ വിധാത ഏക ഹി ബാബ. കുട്ടികൾക്കറിയാം സൗഭാഗ്യ വിധാതാവ് ഒരേ ഒരു ബാബയാണ്. ഭാഗ്യവിധാത വ സൗഭാഗ്യ വിധാത ഐ ഹി ഏക് ദൂസര നഖ്. ഭാഗ്യവിധാതാവ്, സൗഭാഗ്യ വിധാതാവ് ഒരാൾ മാത്രമേ ഉള്ളൂ, വേറൊരാളില്ല. യഹ് ഈ സമയ ഹി തും ജാനത്തെ ഹോ. ഇതെല്ലാം ഈ സമയത്ത് നമുക്കറിയാവൂ. വഹ് സിർഫ് ഭക്തി കർത്തേ ഹേ മഹിമ ഗാത്തെ. ഭക്തര് വെറുതെ ഭക്തി ചെയ്യുന്നു, എല്ലാവരുടെയും മഹിമ പാടുന്നു. അഭിഹം ഭക്തത്വ നഹി ഹേ. നമ്മളിപ്പോൾ ഭക്തരല്ല. പിന്നെ നമ്മളാരാ? നമ്മളിപ്പോൾ ഭക്തരല്ല, നമ്മളാരാ? മക്കൾ, ഈശ്വരന്റെ മക്കളാണ്. മക്കള് യാചിച്ചു നടക്കണ്ട. ഹം ഹോഗേ ഭഗവാൻ കെ ബച്ചെ. നമ്മളിപ്പോൾ ഈശ്വരന്റെ മക്കളാണ്. കൈസെ ഭാഗ്യ അഥവാ സൗഭാഗ്യ ബനാത്തെ ഹി. കൈസെ അപ്നെ കോ ഭാഗ്യശാലി അഥവാ സൗഭാഗ്യശാലി ശ്രീമത്ത് പർ ബനാത്തെ ഹി. വഹ് ഹെ ഹരേക് കെ പുരുഷാർത്ഥ പർ. എങ്ങനെ ഭാഗ്യവും സൗഭാഗ്യവും ഉണ്ടാക്കാം, എങ്ങനെ ഭാഗ്യശാലി അല്ലെങ്കിൽ സൗഭാഗ്യശാലി ശ്രീമത്തിലൂടെ ആകാം, അതെല്ലാം ഓരോരുത്തരുടെയും പുരുഷാർത്ഥം അനുസരിച്ചാണ്, നമ്മുടെ പരിശ്രമം അനുസരിച്ചാണ് നമ്മുടെ ഭാഗ്യം. നോ ലക്ക്, നോ ലക്ക്, നോ വർക്ക്, നോ ലക്ക്. അല്ലെ, പുരുഷാർത്ഥമില്ലെങ്കിൽ ഭാഗ്യമില്ലെന്ന. ഈ സമയത്തും പുരുഷാർത്ഥി ഹോ ബാബസെ വാരസാലേനേക്ക്. ഈ സമയത്ത് നമ്മൾ ബാബയിൽ നിന്നും സമ്പത്തെടുക്കാനുള്ള പുരുഷാർത്ഥികളാണ്. യഹ് ജാനത്തെ ഹോ സബി ബച്ചോ കോ ഏക് ബാബ് സെ വർസാ ലേനാ ഹി.
ഇത് നമുക്കറിയാം, എല്ലാ കുട്ടികൾക്കും ഒരച്ഛനിൽ നിന്നാണ് സ്വത്ത് കിട്ടുന്നത്. ഭാഗ്യശാലി വ സൗഭാഗ്യശാലി അഥവാ സൗഭാഗ്യ വിധാത തും ഹോ ക്യോങ്കി മാം ബാപ്പ് കെ ബച്ചെ ഹോ. നമ്മൾ ഭാഗ്യശാലികളുമാണ്, സൗഭാഗ്യശാലികളുമാണ്, സൗഭാഗ്യശാലി വിധാതാവുമാണ്, മറ്റവർക്ക് കൊടുക്കുന്നവരുമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അച്ഛന്റെയും അമ്മയുടെയും കുട്ടികളാണ്. തുമാരാ ബി യഹ് കർത്തവ്യ ഹേ ഹരേക്ക് മനുഷ്യക്കോ ഭാഗ്യശാലി സൗഭാഗ്യശാലി ബന. നമ്മളുടെ കർത്തവ്യമാണ് ഓരോ മനുഷ്യരെയും ഭാഗ്യശാലിയും സൗഭാഗ്യശാലിയും ആക്കണം. മിനിയാന്നത്തെ വാണിയിൽ ബാബു ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് രാവും പകലും ഒരു ചിന്ത ഉണ്ടാകും. അതെന്താണ്? എങ്ങനെ പരമാത്മാവിന്റെ പരിചയം കൊടുക്കാം. പരമാത്മാവിന്റെ പരിചയം കിട്ടിയാൽ അവർക്ക് ഭാഗ്യം, അവർ ഈശ്വരന്റെ മക്കളാന്ന് പറഞ്ഞാൽ ഭാഗ്യമായി. അപ്പൊ ബാബ പറയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് ഓരോ മനുഷ്യനെയും ഭാഗ്യശാലിയും സൗഭാഗ്യശാലിയും ആക്കണം. സൗഭാഗ്യശാലി അർത്ഥാത് സ്വർഗക്കെ മാലിക്. സൗഭാഗ്യശാലി എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ പോയാൽ പോരാ, സ്വർഗത്തിന്റെ അധികാരിയാകണം. 100% ഭാഗ്യശാലി ജോ ഹെ വഹ് സ്വർഗക്കെ മാലിക് ബനത്തെ ഹെ. 100% ഭാഗ്യശാലികളായവരും അവരാണ് സ്വർഗത്തിന്റെ അധികാരികളാവും. ഉന്മേമ്പി ഒരു നമ്പർ പറയും, അതിലും എല്ലാവരും ഒരുപോലെയല്ല. സൂര്യവംശി കോഹി സൗഭാഗ്യശാലി കഹേ. സൂര്യവംശജരെയാണ് ബാബ സൗഭാഗ്യശാലികൾ എന്ന് വിളിക്കുന്നത്. ത്രേതാമേ ദോ കല കം ഹോ ജാതി ഹേ തോ ഉൻകോ സ്വർഗ നഹീം കഹേ. ത്രേതായുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യവംശത്തിലെ ദേവതകൾ അനുഭവിച്ചതിന്റെ ബാക്കി. കാരണം അവരെങ്ങനെ സൗഭാഗ്യശാലികൾ എന്ന് വിളിക്കും അല്ലെ? സൂര്യവംശം 1250 കൊല്ലം ആ സ്വർഗം അനുഭവിച്ച് തീർന്ന് 2 തലകൾ കുറഞ്ഞ കുറച്ച് എച്ചിലായ പഴകിയ ആഹാരമാണ് ത്രേതായുഗത്തിലൂടെ കഴിക്കുന്നത്. അപ്പൊ ബാബർ അവര് ഭാഗ്യശാലി എന്ന് വിളിക്കാൻ പറ്റുമോ? ഭാഗ്യമാണ്, കാര്യം ദുഃഖമില്ലാത്ത ലോകം. ഉनको सूर्यवंशी नहीं कहेंगे, बच्चे तो जानते हैं कि हमको तो 100% സൗഭാഗ്യശാലി ബനാൻ. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് 100% സൗഭാഗ്യശാലിയാണ്. സൂര്യവംശത്തിൽ വരാനുള്ള ഒരു പ്രധാന നിയമം എന്താണ്? കുറെ നിയമങ്ങളുണ്ട്. ശ്രീമത്തെല്ലാം സൂര്യവംശത്തിൽ വരാൻ പാടില്ല. ഞാൻ പ്രജായോഗം എന്നല്ല പഠിപ്പിക്കുന്നത്, രാജയോഗമാണ്. പക്ഷെ സൂര്യവംശത്തിൽ വരാനുള്ള പ്രധാന നിയമം പറയും സീനിയേഴ്സ്. അത് 4 ഉണ്ട്. ബാബ പറയും, സൂര്യോദയത്തിൽ മുരളി കേട്ടാൽ സൂര്യവംശം. ഉച്ചയ്ക്ക് 10 മണിക്ക് വന്ന് കേൾക്കുന്നവരുണ്ട്, വൈകുന്നേരം മുരളി കേൾക്കുന്നവരുണ്ട്. ബാബ പറയുമ്പോൾ തീരെ നിവർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുക. രാവിലെ ഓടി ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ മറ്റു വല്ല കാര്യം. ബാബ പറഞ്ഞു, സൂര്യോദയത്തിൽ എനിക്കൊരു കണക്കുണ്ട്, 7 മണിക്കാണ് എന്റെ മുരളി ശരി. ബാബ ആ സമയത്ത് മുരളി വായി. സൂര്യോദയത്തിൽ ബാബ പറയുന്നു, നിമിത്തമായ സേവാ കേന്ദ്രത്തിൽ വന്ന് നമ്മൾ മുരളി കേൾക്കും. ഇപ്പൊ ധാരാളം പേര് നെറ്റ് വഴി കേൾക്കുന്നുണ്ട്. ബാബു പറഞ്ഞ നെറ്റ് വഴി കുടുംബമൊന്നും സ്ഥാപിക്കില്ല, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പെൺകുട്ടി ക്ലാസ്സിന് വന്നിരുന്നു. അപ്പോൾ ഞാൻ താലിമാല വലിച്ചെറിഞ്ഞിട്ട് പോയി വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ വന്നത് എവിടെ പോകണമെന്ന് അറിയില്ല, വീട്ടിൽ പോകാൻ പറ്റില്ല, ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഭർത്താവുമായിട്ടുള്ള പ്രശ്നത്തിൽ അതിൽ ഏറ്റവും പ്രധാന പ്രശ്നം ഒന്ന് പുള്ളി കള്ളു കുടിച്ചോട്ടെ. ഇയാൾ പിന്നെ വന്നാൽ ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും, ഇവര് നോക്കുപോലുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ബാബ പറയുന്നത്, കുട്ടികളെ സയൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സയൻസ് വർക്ക് ചെയ്യും. ബാബ ഒരിക്കലും പറഞ്ഞില്ല നമുക്കിത് ഉപയോഗപ്പെടുന്നു പറഞ്ഞിട്ട്. ഇനി നമ്മൾ ഇതിൽ കൂടെ ശക്തിശാലിയാക്കാനും പറ്റില്ല. പലരും പറയാറുണ്ട് നമുക്ക് ഇതിൽ കൂടെ ശക്തിശാലിയാക്കണം. ബാബ പറയും, ഇതിൽ കൂടെ ശക്തിശാലിയാവില്ല, ഇത് കൂടെ ദുർബലമാകും. കരുതണമെങ്കിൽ അത് ബാബ പറഞ്ഞ ഒരു മെസ്സേജ് കൈമാറാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. കാര്യം അമിതമായി ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശക്തി ഉറപ്പാണ്. ശക്തി ഇത് കൂടെ കൂടുതൽ നോക്കിയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ഇത് വലിച്ചെടുക്കും, സാധാരണഗതിയിൽ പോലും. ഇപ്പൊ ഇവിടെ വരുന്ന ഒരു അമ്മമ്മയുടെ കുട്ടി, അതിന്റെ മുഖമൊക്കെ അങ്ങ് വാടിയിരിക്കുക. അപ്പൊ അവര് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യും, 12 മണിക്കാണെങ്കിലും അവള് ഫോൺ വയ്ക്കത്തില്ല. കൊച്ചുകുട്ടിയാണ്, പക്ഷെ ആ കുട്ടിയുടെ മുഖമൊക്കെ തളർന്നിരിക്കുക. കരുതണമെങ്കിൽ ഏത് സയൻസിന്റെ സാധനങ്ങളും എനർജി നമുക്ക് സുഖം നൽകുന്നുണ്ടെങ്കിൽ സുഖം എടുക്കും. കാര്യം ഇതിൽ നിന്ന് സുഖം കിട്ടില്ല, സുഖം ഇതിൽ നിന്ന് പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ബാബു പറയുന്നത്, സയൻസ് അല്ലെങ്കിൽ വിജ്ഞാനം അല്ലെങ്കിൽ സാധനങ്ങൾ സാധനയെ ബാധിക്കാതെ നോക്കണം, ശീലങ്ങളെ ബാധിക്കാതെ നോക്കണം, ചിട്ടകളെ ബാധിക്കാതെ നോക്കണം. അത് എന്തിനാണ് തന്നിരിക്കുന്നത് ആ കാര്യത്തിന് ഉപയോഗിക്കും. പണ്ട് ദാദി ഇത് നിരോധിക്കാൻ പോയതാണ്, ഇതിനകത്ത് ഇത് വേണ്ടാന്ന്. നിരോധിക്കലും നടക്കത്തില്ല, കാര്യം ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ സൂര്യോദയത്തിൽ മുരളി കേൾക്കണം, കുറച്ചു കൊണ്ടുവരാൻ ആവശ്യത്തിന് ഉപയോഗിക്കണം, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കണം. ഇപ്പൊ ഞാൻ തന്നെ ഏതാണ്ട് 10-25 ഗ്രൂപ്പുകളിലേക്ക് ക്ലാസ് അയക്കണം. ചിലവേ ഇത് പാപകർമ്മം ഒന്നും ചിലപ്പോൾ തോന്നി. കാര്യം ആൾക്കാർ ഇതൊക്കെ നോക്കണം. എന്നാലും നമ്മൾ ഏറ്റവും ചെറുത് 1 മിനിറ്റ് 1.5 മിനിറ്റിന്റെ അയക്കും. ചിലപ്പോൾ എല്ലാവരും വേർഡിങ്സ് കൂടുതലൊന്നും അയക്കത്തില്ല, ഓവർ അയക്കില്ല, മാക്സിമം അത്ര അയക്കും. അപ്പൊ ബാബ പറയാണ്, സൂര്യോദയത്തിൽ നമ്മൾ മുരളി കേൾക്കും, അതാണ് ഒരു നിയമം. സൂര്യവംശിമേ ഭിന്ന പ്രിൻസസ് ബനന. സൂര്യവംശത്തിലെ രാജകുമാരനും കുമാരിയുമാകും.
ഏത് ഈശ്വരീയ കോളേജ് ഹേന, ഇത് ഈശ്വരൻ സ്ഥാപിച്ച കോളേജാണ്. ഈശ്വർ ഹേ വിശുക്ക രചയിത, ഈശ്വരൻ വിശ്വത്തിന്റെ രചയിതാവാണ്. ഏത് ഹൈഹി വിശുക്ക മാലിക് ബനനേക്ക കോളേജ്, ഇത് വിശ്വത്തിന്റെ അധികാരിയാകുന്ന കോളേജ്. പക്ഷെ ഇതുകൊണ്ട് മുരളിക്കുള്ള ഒരു ഗുണം എന്താണെന്ന് അറിയാമോ? അമ്പലപ്പുഴയിൽ ആകെ 1-2 പേര് മുരളിക്ക് ഡെയിലി വരും. പക്ഷെ ഇത് കാരണം, ഈ ഫോണല്ല, എല്ലാവർക്കും സാധാരണ ഫോണുണ്ട്, ഇത് കാരണമുള്ള ഗുണം എന്താണ്? 5 മണിക്ക് കുറെ പേര് എല്ലാവരും മുരളി കേൾക്കണം. അപ്പൊ അങ്ങനെ ഡെയിലി വരാൻ പറ്റാത്തവർക്ക് ഇത് ഉപയോഗപ്പെടും, അത് ഉറപ്പുള്ള ഒരു കാര്യം. ഈശ്വർ പഠാത്തെ കാത്തെ മേം തുങ്കോ പഠാത്ത, ഇവിടെ ആരാ നമ്മളെ പഠിപ്പിക്കുന്നത്? ദൈവമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം പറയാണ്, ഞാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. മഹാരാജാവും ക മഹാരാജ ബനാത്ത, അപ്പൊ ദൈവം പഠിപ്പിച്ചിട്ട് നമ്മൾ എന്താവും? പറഞ്ഞു രാജാക്കന്മാരുടെയും രാജാവ്. അപ്പൊ രാജാക്കന്മാരുടെയും രാജാവ് എന്ന് പറഞ്ഞാൽ എന്താ? രാജാക്കന്മാരുടെയും രാജാവ് വെച്ചാൽ ദ്വാപരയുഗം മുതലുള്ള രാജാക്കന്മാരും പൂജിക്കുന്നതാണ് ദേവതകളെ. അവരും ദേവതകളെ പൂജിക്കും. അപ്പൊ പറഞ്ഞു രാജാക്കന്മാരുടെയും രാജാക്കന്മാരാണ് ദേവതകൾ. യഹ് ഹേ തുമാരി പഠായി കെ ഊപ്പർ ജോ ജിതനാ പഠിത്താ ഹേ വഹ് അവരും കോ ഭി ഐസേ ഹി പഠായെങ്കെ. ബാബ പറഞ്ഞു, ഈ പദവിയുടെ ആധാരം നിങ്ങളുടെ പഠിത്തമാണ്. ആര് എത്രമാത്രം പഠിക്കുന്നു പോരാ, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. ബാബ പറഞ്ഞു, അവരതുപോലെയാണ്. ഐസേ ഹി സൗഭാഗ്യശാലി ബനായി, അങ്ങനെയാണ് സൗഭാഗ്യശാലി ആകുന്നത്. തും ബച്ചം കാ ധന്ധാ ഹി യഹ് ഹേ. ബാബ പറഞ്ഞു, ബ്രാഹ്മണ കുട്ടികളുടെ ജോലി തന്നെ ഇതാണ്, പഠിക്കുക, പഠിപ്പിക്കുക. ഇത് പഠിക്കുക, മുരളി അല്ലെങ്കിൽ ബാബയുടെ ഞാൻ, അല്ലാണ്ട് വേറെ കണ്ണി കണ്ടത് പഠിപ്പിക്കാൻ തന്നെ. ശിവബാബ ഹി സിഗ്ലാനെ വാല, ശിവബാബ നമ്മളെ പഠിപ്പിക്കുന്ന ആളാണ്. ബാക്കി സബ് ബ്രഹ്മ സരസ്വതി ബ്രാഹ്മൺ ബച്ചേ സബ് സിഖത്തെ, ബാക്കി ബ്രഹ്മാവും സരസ്വതിയും ബ്രാഹ്മണ കുട്ടികളും എല്ലാവരും പഠിക്കുന്നവരാണ്. ബ്രാഹ്മൺ ബ്രാഹ്മണിയം ജനത്തെ ഹേ അവൻ ഫിർസോ ദേവത ബനേങ്കെ. ബ്രാഹ്മണ ബ്രാഹ്മണികൾക്ക് അറിയാം, നമ്മൾ ഈ പഠിത്തത്തിലൂടെ വീണ്ടും ദേവതകളായി മാറും. ഈ സമയം ഭാരതക്കാ കൊയ് ധർമ്മ ഹൈ നഹി, ഈ സമയത്ത് ഭാരതത്തിന് ഒരു ധർമ്മമില്ല. ദേവതാ ധർമ്മക്കോ ജനത്തെ ഹി നഹി, ദേവതാ ധർമ്മത്തെ ആരും അറിയുന്നില്ല. ധർമ്മക്കോ ന ജാനന ഹോഗയ ഇർലിജിയസ്, ധർമ്മം അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇർലിജിയസ് ആയി, അധാർമികരായി. ധർമ്മമേ താക്കത്ത് ഹോത്തി ഹേ ദേവി ദേവതാ ധർമ്മവാലെ ജബ് സത്യമേ ധേ തോ അദാഹ് സൂത, ധർമ്മത്തിന് ബലമുണ്ട്. ബാബ പറഞ്ഞു, ധർമ്മമില്ലെങ്കിൽ ബലമില്ല. ദേവി ദേവതകൾ സത്യത്തിലായിരുന്നപ്പോൾ അളവറ്റ സുഖമുള്ളവരായിരുന്നു. അഭിത്തോഹെ കലിയുഗ്, ഇപ്പോൾ ഇത് കലിയുഗമാണ്. പുരുഷാർത്ഥക്കാർ സത്യമേ ആനാഹി, പരിശ്രമിച്ച് ബാബ പറഞ്ഞു സത്യത്തിക്കാൻ, അത് നമ്മുടെ മോളാണ്. പരിശ്രമിക്കണം, പഠിക്കണം. അപ്പൊ അന്ന് വന്ന കുട്ടി പറയാണ്, ഭായി 4 മണിക്കൂർ ഞാൻ പഠിക്കുന്നുണ്ട് ഒരു PSC പരീക്ഷ എഴുതാൻ. എത്ര വർഷമായി? എന്റെ റാങ്ക് ലിസ്റ്റിൽ രണ്ടാമത്തെ 2 പേരെ കൊണ്ട് എടുത്താൽ ഞാൻ എടുത്തേനെ. അങ്ങനെ പോയി. എന്തൊരു ഗതികേട്. അമ്മ ക്യാൻസർ വന്ന് മരിച്ചു, വീട്ടിൽ കയറാൻ പറ്റില്ല, വീട്ടിൽ ആളുടെ ബുദ്ധിമുട്ടുകളാണ്. ഓരോരുത്തരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഭാഗ്യശാലികളാണ്. ബാബ ഇന്നലത്തെ ഞായറാഴ്ചത്തെ വാണി പറഞ്ഞു, അവസാന ജന്മം നിങ്ങൾ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നില്ലല്ലോ. അല്ലെ, 84ാമത്തെ ജന്മം ബാബ പറഞ്ഞു തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നില്ലല്ലോ. ബാബ പറഞ്ഞു റൊട്ടി കിട്ടുന്നുണ്ടല്ലോ, ദാൽ റൊട്ടി കിട്ടുന്നുണ്ടല്ലോ. നമ്മളിന്ന് അത്ര തീരെ താണു പോയിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ട്, പക്ഷെ തീരെ താണു പോയില്ല. ബാബ പറയാണ്, കുട്ടികളെ ജീവൻ മുക്തരായിട്ട് മാറണം. ജീവൻ ബന്ധുക്ക ത്യാഗ കാരണം, ജീവന്റെ ബന്ധനങ്ങളെ നമ്മൾ ത്യജിക്കണം. സ്വർഗക്കോ യാത് കരണം, സ്വർഗത്തെ ഓർമ്മിക്കണം. യാത് കഹോ യോഗ കഹോ ബാത്തേക്ക്, അതിനുവേണ്ടി തർക്കം വേണ്ട, ഓർമ്മ എന്ന് പറയുക, യോഗ എന്ന് പറയുക, ഇത് വേണേലും പറഞ്ഞു, കാര്യം ഒന്ന്. योग को ही कहा जाता है കമ്മ്യൂണിയൻ, തുമാര योग ഹൈ ഹി ഏക ശിവബാബസ്. യോഗത്തിന് പറയുന്ന ഒരു പേരാണ് ഇംഗ്ലീഷിൽ കമ്മ്യൂണിയൻ. ബാബ പറയുന്നത് നമ്മുടെ കമ്മ്യൂണിയൻ ഒരേ ഒരു ശിവബാബയുമായിട്ടായിരിക്കണം. ദൂസരെ സെ കമ്മ്യൂണിയൻ ഹൈ ഹി നഹി സിവായ ഏക ശിവബാബ, നമുക്ക് ശിവബാബ അല്ലാതെ വേറൊരാളോട് കമ്മ്യൂണിയൻ പാടില്ല. തോ ഉസ്കോ ഹി യാദ് കരും, അപ്പൊ പിന്നെ നമ്മൾ ആരെ ഓർമ്മിക്കേണ്ടത്? ആ ഒരേ ഒരു ശിവബാബയെ തന്നെ ഓർമ്മിക്കണം. ബാബ ആപ് കിത്തനെ മീട്ടേ, നമ്മൾ പറയണം, പെട്ടെന്നൊന്നും ബാബയുടെ സ്നേഹം വരും. ബാബ അങ്ങ് എത്ര മധുരമാണ്, അങ്ങ് എന്റെ സ്വന്തമാണ്, അല്ലെ, അങ്ങ് വന്നല്ലോ. ഇങ്ങനെയൊക്കെ ബ്രഹ്മബാബ പറയില്ലേ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് തന്നെത്താൻ സംസാരിക്കും. അപ്പൊ നമുക്ക് ബാബയുടെ പതുക്കെ സ്നേഹം വരും. ന മൻ ന ചിത്ത ആപ്പിനെ തോ കിതനി കമാൽ കി ഹേ ജോ ഹംകോ സ്വർഗക്ക് ബാദുഷാഹി ദേത്ത്, ഞങ്ങളുടെ മനസ്സിലോ ഞങ്ങളുടെ ചിത്തത്തിലോ ഞങ്ങൾ സ്വർഗത്തിൽ പോകുന്ന ഒരു വിചാരമേ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു അത്ഭുതം കാണിച്ചു. കൊയ് ബി ഹാലത്ത് മേ ബാപ്കോ യാദ് കർണ അവർ അഥവാ കമ്മ്യൂണിയൻ കർണം. ബാബ പറഞ്ഞു, ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ നിങ്ങൾ ഒരു ബാബയെ തന്നെ ഓർമ്മിക്കണം, അതായത് കമ്മ്യൂണിയൻ ചെയ്യണം. ബാബാക്കോ യാദ് കർത്തേ ഹേ ബാബാ സി ബോൾത്തെ, ബാബയെ ഓർമ്മിക്കണം, ബാബയോട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിക്കണം, അല്ലെ, ബാബയോട് പറയും. നമുക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട്, ആ പെൺകുട്ടി വേറെ ആൾക്കാരോട് അവളുടെ കാര്യം പറയുകയാണെങ്കിലോ നമ്മൾ പറയും പോന്ന് പറയും. അപ്പൊ നമ്മളെല്ലാം ബാബയുടെ പ്രിയതമകളാണ്. ഒരു പ്രിയതമനെ
ക്ഷീവും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം എന്താണ്? തന്റെ പ്രിയതമ വേറൊരാളോട് അല്ലെങ്കിൽ അമിതമായിട്ട് അടുപ്പം കാണിക്കും. അപ്പൊ സഹിക്കില്ല. ബാബ എനിക്ക് സഹിക്കില്ല, എനിക്ക് സഹിക്കില്ല. നിങ്ങൾ എന്റെ പ്രിയതമകള് വേറൊരാളോട് ഹൃദയത്തിന്റെ അടുപ്പം വയ്ക്കുന്നത് എനിക്കും ഇഷ്ടമല്ല. ബാബ പറയാണ് ഉൻകെ സാത്ത് സബീക, എന്നോടാണ് എല്ലാവരുടെയും കമ്മ്യൂണിയൻ. ജബ് ആഫ്ത് ആത്തി തബ് കാത്തെ ഹേ ഭഗവാൻ ഇൻകി ആയു ബെഡി കരോ അർജി ഹമാരി മർജി ബാബ ആപ്പിക്ക്. പറഞ്ഞു എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ഭക്തിയിലെ ആളുകൾ എന്താ വിളിക്കുന്നത്? ദൈവമേ, ഇവരോടൊന്ന് ദയവ് കാണിക്കണേ, ഇവരുടെ ജീവൻ രക്ഷിക്കണേ, അങ്ങയുടെ ഇഷ്ടം, ഞങ്ങളുടെ അപേക്ഷ എന്ന് പറയാറുണ്ട്. തോ വഹ് കമ്മ്യൂണിയൻ ഹുവാന, അവർ അതൊരു കമ്മ്യൂണിയൻ അല്ലേ? യഹ് യാദിക്ക് യാത്ര ഹോത്തി ഹെ ഏക് ബാർ ജബ്കി ബാപ്പ് ആക്കർ സിഗലാത്തെ. എന്നാൽ ഈ ഓർമ്മയുടെ യാത്ര മനസ്സും ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ സൂര്യനും ചന്ദ്രനും താരാഗണങ്ങൾ അല്ലെ പഞ്ചതത്വങ്ങളെ ലോകത്തെ കടന്ന് ആ പരബ്രഹ്മത്തിൽ പരമാത്മാവിനെ ഓർമ്മിക്കുക. അവർ അത് ഈ സമയത്ത് ഞാൻ പഠിപ്പിക്കും, മറ്റതൊക്കെ വെറുതെ ഓർമ്മിക്കുന്നതാണ്. ആ ഒരു സബ് കമ്മ്യൂണിയൻ മനുഷ്യക്കോ സിഗലാത്തെ. ബാക്കി എവിടെയും കമ്മ്യൂണിയൻ മനുഷ്യൻ മനുഷ്യനുമായിട്ടാണ്. ഗുരു കെ പാസ് ജായെങ്കെ കൃപാക്ഷമ കരോ യഹ് ആപ്തമിടാവും. ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് പറയും, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളോട് കൃപ കാണിക്കണം, ഈ ആപത്തില്ലാണ്ടാക്കണം. അഭിത്തും ബാബാക്കെ പാസ് പൈഡ്. നമ്മളിപ്പോൾ ഈശ്വരന്റെ അടുത്താണ് ഇരിക്കുന്നത്, നമ്മൾ ഒന്നും പറയില്ല. എന്ത് ആപത്ത് വന്നാലും ദൈവം ഇതൊന്ന് മാറ്റിത്തരണം, ദൈവം എന്റെ അസുഖം ഒന്ന് മാറ്റിത്തരണം ബാബ, ഭയങ്കര വേദന പറയരുത്. അത് എത്രത്തോളം നമ്മൾ അനുഭവിക്കേണ്ടതാണ് ഡ്രാമയിലുള്ളത്, അത് അനുഭവിച്ചു പോകുന്നതാണ് നല്ലത്. ബാബു പറഞ്ഞു അത് സഹിക്കാനുള്ള ശക്തി ചോദിക്കും, അല്ലെങ്കിൽ ആ സഹിക്കാനുള്ള ശക്തി ഉണ്ടാക്കി എടുത്താൽ മതി. ബാക്കി എത്ര നമ്മൾ അനുഭവിക്കണം നമുക്ക് ഡ്രാമയിലുണ്ട്, അതൊന്ന് കടന്നു പോയിക്കോളും. വേറെ ഒന്നും നമ്മൾ പറയാം. ബാബുവിന്റെ തല പോയാലും എൻ്റെ അടുത്ത് യാചിക്കും. പിന്നെ നമ്മുടെ ആരെങ്കിലും അസുഖമായിട്ട് കിടക്കും, ബാബു നിങ്ങൾ വേണമെങ്കിൽ യോഗ ചെയ്യും, പക്ഷെ എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കും, ഒരു കാര്യവും ചോദിക്കും. ബാബ പറഞ്ഞു ഭക്തരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കും, നമ്മൾ ചോദിക്കില്ല, കാരണം നമ്മൾ മക്കളാണ്. ബാബക്കോ യാദ് കർ സക്തേ ഹോ ബാബ ഇസ് ഹാലത്ത് മേ ഹം ക്യാ കരേ. ബാബയെ ഓർമ്മിച്ചിട്ട് ബാബയോട് സംസാരിക്കണം, ബാബ ഈ സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അച്ഛനോട് ചോദിക്കാൻ ബാബ ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും. കുറച്ചാളായല്ലോ ബാബ ആകെ കഷ്ടപ്പാട്. അപ്പൊ ബാബ എന്ത് പറയും? മുരളി കൂടെ പറയും, അനുസർ മുരളി കൂടെ ബാബ പറയും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അപ്പൊ ബാബ പറയും അത് ഞാൻ കൊണ്ടുവരുന്നു. ആരെങ്കിലും നമുക്കൊരു നിമിത്തമാക്കി ബാബ മാറ്റി. നമ്മളൊന്നും ചോദിക്കേണ്ട കാര്യം. ബാബ പറയും ഇല്ലേ, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പേര് ഉള്ളം കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് പറയുന്നത്? അവന്റെ ഉള്ളം കയ്യിൽ നിങ്ങളുടെ പേരുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കാര്യം എന്താണെന്ന് അവനറിയാം. അപ്പൊ പിന്നെ നമ്മളുടെ ഡയറക്റ്റ് പഠിപ്പിക്കുമ്പോഴും ഒന്നും ചോദിക്കാൻ പാടില്ല. ബാബ സമച്ചാത്തെ വെച്ച് ഈ ഡ്രാമ അനുസാർ ദുഃഖ സുഖം. ബാബ എന്താ മനസ്സിലാക്കി തരുന്നത്? കുട്ടികളുടെ ഡ്രാമയിലുള്ള സുഖവും ദുഃഖമാണ് ഇതൊക്കെ. തുമാര കമ്മ്യൂണിയൻ ഹൈ ഹി ബാപ്പസെ. നമ്മുടെ കമ്മ്യൂണിയൻ ഒരേ ഒരു ബാബയുമായിട്ടാണ്. ബാബ കഥഹെ വെച്ച് ഇത് തുമാര കർമ്മഭോഗി. നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോൾ ബാബ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, കുട്ടികളെ ഇത് നിങ്ങളുടെ കർമ്മം, നമ്മൾ ചെയ്ത കർമ്മം. ഈ ഡ്രാമയിലെ ഏറ്റവും വലിയ നിയമം എന്താണ്? പരിപാടി ഈ ഡ്രാമയിലെ അല്ലെ, നമുക്ക് ഒന്നും ആരെ കുറിച്ചും ചിന്തിക്കാതിരിക്കാൻ ഈ ഡ്രാമയിൽ ഒരു നിയമമാണ്, അതിശക്തമായ നിയമമാണ്. നിരപരാധി ശിക്ഷിക്കപ്പെടില്ല, അപരാധിക്ക് തക്ക ശിക്ഷ. ഒരാൾ അടക്കം മോഷ്ടിച്ചു, അയാൾ തൂക്കിക്കൊല്ലില്ല, അല്ല അതിനുള്ള ശിക്ഷ ചെയ്തിട്ടുണ്ടായി. അതേപോലെ ഈ ഡ്രാമയിൽ നമ്മൾ എന്ത് അനുഭവിക്കുന്നു അതിന്റെ പിന്നിൽ നമ്മുടെ മാത്രം കർമ്മവും, വേറെ ആൾക്കും അതിലില്ല. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് പറയുന്നത്? ഇതൊക്കെ നിങ്ങളുടെ കർമ്മഭോഗം. അഭിഹം തുമാരി കർമാതീത അവസ്ഥ ബനാനെ ആയ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ കർമ്മങ്ങൾക്കൊക്കെ അതീതമാകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരാനാണ്. ഭോഗനാക്കി. നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ കണക്കുകൾ നമ്മൾ തന്നെ അനുഭവിക്കണം. അപ്പൊ അത് അനുഭവിച്ചു തീർക്കുമ്പോൾ സന്തോഷമല്ലേ? കുറെ പേർക്ക് പൈസ കൊടുക്കാനാണ്, കുറെ പേർക്ക് കൊടുക്കാൻ പറ്റും, അപ്പൊ നമുക്കൊരു സമാധാനമല്ലേ ഉള്ളൂ. നമ്മുടെ കടം വീടി. അപ്പൊ വേദനകളും ദുഃഖങ്ങളും നിന്ദകളും അപമാനങ്ങളും ഇതൊക്കെ ബാബറിലെ ഒക്കെ ഒരുപോലെ കണ്ടുകൊള്ളാം. അതെല്ലാം നമ്മുടെ കടം വീടാണ്. അപ്പോഴൊക്കെ നമ്മൾ സന്തോഷിക്കണം. ബാബ പറയാണ് യഹ് കമ്മ്യൂണിയൻ ഹോത്തി ഹി ആത്മാവും ഹി പരമാത്മാ കെ സാത്ത്. ഈ കമ്മ്യൂണിയൻ ആത്മാക്കളും പരമാത്മാവുമായിട്ടാണ്. परमात्मा बाइड आत्माओं के साथ कम्युनियन करते हैं और कहाँ भी परमात्मा आत्माओं से कम्युनियन करे या आत्माएं परमात्मा से करें यह हो नहीं सकता. ഇവിടെ പരമാത്മാവിരുന്ന് ജീവാത്മാക്കളെ കമ്മ്യൂണിയൻ പഠിപ്പിക്കുക. വേറെ ഈ ലോകത്ത് ഒരു സ്ഥലത്തും ഒരു കാലഘട്ടത്തിലും ആത്മാക്കളും പരമാത്മാവും തമ്മിലുള്ള കമ്മ്യൂണിയൻ ആരും പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചു നടക്കുകയില്ല. വഹ്തോ ന ആത്മാ അപ്നേക്കോ ജാനത്തെ ഹെ ന പരമാത്മാക്കോ ഹി ജാനത്തെ. ബാബ പറയുന്നു അവര് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നില്ല, പരമാത്മാവും ആരാണെന്ന് മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ബാബ പറഞ്ഞില്ലേ, ഒരാൾ തൂക്കി കയറ്റുമ്പോൾ പാതിരി ചെന്നിട്ട് പറയും ഇനി ഗോഡ് ഫാദറിനെ ഓർമ്മിക്കും. പക്ഷെ ഈ പാതിരിക്ക് ആത്മാവ് എന്താന്ന് അറിഞ്ഞുകൂടാ, ഗോഡ് ഫാദർ ആരാന്ന് അറിഞ്ഞുകൂടാ, ഈ തൂക്കിലേറ്റപ്പെടുന്നവനും അറിയാൻ പാടില്ല, പറയലുള്ളൂ. നമുക്കറിയാം
സിർഫ് ഗപ്പോടെ മാർദ്ദേഹി. അവർ ആളുകൾ വെറുതെ ഓരോന്ന് തട്ടിപ്പിടുന്നതാണ്, ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഏക കബ് സുനാക്കി പരമാത്മാ സ്റ്റാർഹി ഉൽക്കെ സാര അവിനാശി പാർട്ട് ഉണ്ടാകുക. നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ പരമാത്മാവ് ഒരു നക്ഷത്രമാണ്, ആ പരമാത്മാവിൽ ഒരു അവിനാശിയായ പാർട്ടുണ്ട്, അതനുസരിച്ചാണ് വരുന്നത്? ബാബറല്ലേ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രാമയിലുള്ളത്, അല്ലാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് പരമാത്മാവിനെ കുറിച്ച് അറിയാമായിരുന്നു. കബ് ഐസെ അക്ഷർ സുനെ. ബാബർ ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പുനോക കമ്മ്യൂണിയൻ കബി ഹോത്തനഹി. അതുകൊണ്ട് ബാബ പറയാണ് ഞാനുമായിട്ട് ഒരിക്കലും ആർക്കും കമ്മ്യൂണിയൻ ഉണ്ടായിട്ടില്ല. ബാധിച്ചത് ഹോത്തിനഹി, ഞാനുമായിട്ട് ആരും സംസാരിച്ചിട്ടുമില്ല. വഖത്തോ സിർഫ് ബ്രഹ്മക്കോ യാദ് കർത്തേഹി ബ്രഹ്മസേത്ത് കുറിച്ച് ബാധിച്ചത് ഹോനസകെ. ഏറ്റവും വലുത് ബ്രഹ്മജ്ഞാനികളായ സന്യാസികളാണ്. ബാബ പറഞ്ഞു ബ്രഹ്മം തത്വമാണ്, ബ്രഹ്മത്തിനോട് എങ്ങനെ സംസാരിക്കാൻ പറ്റും? അല്ലെ, ഈശ്വരൻ ഇറങ്ങി വരും. അപ്പൊ ഈ ബ്രഹ്മം എങ്ങനെ ഇറങ്ങി വരും? ബ്രഹ്മം അഖണ്ഡ ജ്യോതിയാണ്, അതിനെങ്ങനെ ഇറങ്ങി വരാൻ പറ്റും? ബ്രഹ്മത്തിനോട് എങ്ങനെ സംസാരിക്കാൻ പറ്റും? ബ്രഹ്മത്തിനോട് നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അപ്പൊ അത് പറ്റുന്നില്ല. ഭക്തി പറയാറുണ്ട് നീ അച്ഛനാണ് അമ്മയാണ്. അപ്പൊ ഈ ബ്രഹ്മത്തെ എങ്ങനെ അച്ഛനും അമ്മയാക്കും? അപ്പൊ അത് വലിയ പാടാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആ ശ്രീകൃഷ്ണനെ അങ്ങ് ആക്കിയേക്കാം. അപ്പൊ ചിലർ പറയാം അത് നമുക്ക് ശരിയാവില്ല, നമുക്ക് ശ്രീരാമൻ മതി. അപ്പൊ അങ്ങനെ പല പല ഭഗവാന്മാരായി. ബാബ പറയണ കുട്ടികളെ ബ്രഹ്മത്തിനോട് സംസാരിക്കാൻ പറ്റും. ബാത്ത് ചിത്തത്തോ ഹോഗി ആത്മാവംസെ. സംസാരം ആത്മാക്കൾ തമ്മിലാണ്. ആകാശത്തേക്ക് ആ ബാധിച്ചത് കരയും. നിങ്ങൾക്ക് ആകാശത്തോട് എന്ത് സംസാരിക്കാനാണ്? ആത്മായും ജോ മഹത്തത്വമേ രഹത്തി വഹ് യഹാം പാട്ട് ബജാനെ ആത്തി ബാക്കി നിർവാണ്ടാമേ കാം കമ്മ്യൂണിയൻ കരയും. ആത്മാക്കൾ മഹത്വത്തിൽ ഇരിക്കാണ്, അവിടുന്ന് ഇവിടെ വന്ന് ശരീരത്തിൽ പ്രവേശിച്ചാലേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കമ്മ്യൂണിയനൊക്കെ നടക്കുള്ളൂ. ഇവിടെ നമുക്ക് അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ആകാൻ പറ്റും. അവിടെ ഒന്നുമില്ല, അവിടെ നാടകമില്ല. ബാബ പറയുന്നത് നിർവാണധാമത്തിൽ എന്ത് കമ്മ്യൂണിയനാണ്? വഹുത്വ തത്വഹ്യന, അതൊരു തത്വമാണ്. ആകാശ തത്വം, ബ്രഹ്മ മഹത്തത്വം പ്രധാനം എന്ന് പറയും. ബ്രഹ്മ മഹത്തത്വം, പരാപ്രകൃതി, മൂലപ്രകൃതി, പ്രകൃതിയുടെ 6th എലമെന്റ് ആണത്. കമ്മ്യൂണിയൻ ഹോത്തിഹെ പരമാത്മാക്ക് സാത്ത്. ബാബ പറയണു കമ്മ്യൂണിയൻ ബ്രഹ്മവുമായിട്ടല്ല, പരമാത്മാവുമായിട്ട് വേണം. ആത്മാഹി ബോൾത്തിഹെ സുനത്തിഹെ ഇൻ ഓർഗൻസെ. ആത്മാവാണ് ഈ ദേഹത്തിൽ നിന്ന് സംസാരിക്കുന്നത്, ആത്മാവാണ് ദേഹത്തിൽ ഇരുന്ന് കേൾക്കുന്നത്, ആത്മാവിനാണ് സ്നേഹം, ആത്മാവിനാണ് സുഖദുഃഖങ്ങൾ. അപ്പോൾ നമ്മൾ ആത്മബോധത്തിലേക്ക് വരും, ദേഹത്തിനല്ല. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരാൾ ദുഃഖിക്കുന്നു, അവരുടെ മുഖം മനസ്സിൽ, അവരുടെ മുഖമല്ല ദുഃഖിക്കുന്നത്, അതിനകത്തിരിക്കുന്ന ആത്മാവാണ്. ആത്മാ ബിഗർത്തോ ശരീർ കുച്ചു കാം കർണ സക. ആത്മാവില്ലാണ്ട് ശരീരത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏഹ് ആത്മാവും കി പരമാത്മാക്കെ സാത്ത് കമ്മ്യൂണിയൻ ഏക് ഹി ബാർ ഹോത്തി. ഇവിടെ ആത്മാക്കളും പരമാത്മാവും തമ്മിലൊരു കമ്മ്യൂണിയൻ സൃഷ്ടിയിൽ ഒരു പ്രാവശ്യം ഈശ്വരൻ ഇറങ്ങി വരുമ്പോൾ അനേക ഏറ്റവും കൂടുതൽ ജന്മങ്ങൾ എടുത്ത് താണുപോയി. അതുകൊണ്ടാണ് ഭക്തിമാർഗത്തിൽ ശിവൻ ആരുമായിട്ടാണ് കൂടുതൽ ബന്ധം? വേടന്മാരുമായിട്ട്. അല്ലെ, അമ്പലപ്പുഴയിലെ പള്ളിപ്പാനയ്ക്ക് എന്താണ്? വേടന്മാര് വന്ന് ചെയ്യും, താഴ്ന്ന ജാതിക്കാർ വന്നിട്ടാണ് അത് ചെയ്യുക. അപ്പൊ അതിനാണ് പള്ളിപ്പാന, ഒരു പാട്ടുണ്ട്, അതൊക്കെ വെറും സാധാരണ പാട്ട്, സംസ്കൃതമൊന്നും. അതിൽ കള്ളു തളിക്കുകയൊക്കെ ചെയ്യും. അതായത് ഒക്കെ നമ്മൾ കള്ളുകൂടിയന്മാരും എല്ലാം അപവിത്രമായി ഈ ഭോഗം ഇതൊക്കെ കാണിക്കും. 12 ദിവസം ചടങ്ങിൽ എല്ലാം കാണിക്കും. അപ്പൊ എന്നിട്ട് കൃഷ്ണന്റെ ശക്തി പോയിന്നാണ്, എന്നിട്ട് കൃഷ്ണൻ പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൃഷ്ണനും ജീവാത്മാക്കളും ശക്തി പോയപ്പോൾ ആര് വന്നു? ശിവൻ വന്നു. അപ്പൊ നമ്മളെല്ലാം സാധാരണക്കാരൻ. പിന്നെ വേദനെന്നും പറയാറുണ്ട്, അതായത് വേദം അറിയാവുന്നതെന്നും പറയും. രണ്ട് ശരി. ജിസ്കി ഹി മഹിമാഹി ആത്മായും അവർ പരമാത്മ അലഗ്രഹി ബഹു. ഭക്തിമാർഗത്തിൽ ഒരു പാട്ടുണ്ട്, ആത്മാക്കളും പരമാത്മാക്കളും അനേക കാലം അകന്നിരുന്നു. അഭി കമ്മ്യൂണിയൻ ഹോത്തായി. ബാബ പറഞ്ഞ അകന്നിരിക്കായിരുന്നു, ഇപ്പൊ കമ്മ്യൂണിയൻ. ബസ് ഫിർ കബി ഹോത്ത നഹി. ഇത് ഈ സമയത്തല്ലാതെ വേറെ ഒരിക്കലും ഉണ്ടാവില്ല. ദേവതാവും കി കമ്മ്യൂണിയൻ ഹോത്തി ഹേക്കാം. ദേവതകൾക്ക് പരമാത്മാവായിട്ട് വല്ല കമ്മ്യൂണിയൻ ഉണ്ടോ? വഹുത്തോ കബി യാദവിനഹി കർത്ത. അവരെ ഈശ്വര എന്ന് വിളിക്കുക പോലും ചെയ്യുന്നില്ല. അഭി തും ബच्चे जानते हो हम ആത്മാവും കാ കണക്ഷൻ ഐ ഈ വാപസ്. ഇപ്പോൾ കുട്ടികളായി നമുക്കറിയാം നമ്മൾ ആത്മാക്കളുടെ കണക്ഷൻ ഒരേ ഒരു ബാബയുമായിട്ടാണ്. ബാബ് കോഹി സബ് യാദ് കർത്തെ ഏ പതിത് പാവനാവും. ബാബ പറയുന്ന ലോകര് മുഴുവൻ വിളിക്കുന്നത് പതിത പാവന എന്നോ ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നത് എന്നെ ഒരാളെയാണ്. അവരിപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈശ്വരൻ ഭൂമിയിൽ വന്നിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞു മക്കളായി അവർ ഭക്തരായി വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അവർ അത്ര വ്യത്യാസമുള്ളൂ. വിളിച്ചത് ഒരാളെയാണ്, വന്നത് ഒരാൾ. ആത്മാനെ കഹ പരംപിത പരമാത്മാ കോ ജോ ഇസ് സമയ ഇസ് ശരീർ മേ പ്രവേശിക്കെ. ആത്മാവാണ് പരംപിത പരമാത്മാവിനെ വിളിച്ചത്. ബാബ ഈ സമയത്ത് ഈ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഉൻകോ കാത്തെ ഹേ ശാന്തി ദേനേവാല ദാദ. പരമാത്മാവിനെ പറയുന്നത് എന്താണ്? ശാന്തി നൽകുന്ന ദാതാവ്. ഹം ഒരു ശാന്തിധാമേ കൈസെ ആവി. ബാബ പറയാണ് എങ്ങനെ ഞാൻ ശാന്തിധാമത്തിൽ നിന്ന് വരും? ബാബ കാത്തെ ബच्चे മുझे സുഖ ശാന്തി കാ വർഷ ദേനെ കൽപ്പ് കൽപ്പ് ആനാ പടുത്ത. സ്വയം പറയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ പരമാത്മാവ് തന്നെ പറയുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളും. അതാണ് മുരളിയുടെ പ്രാർത്ഥന. മുരളി ശരിക്കും കേട്ടില്ലേ നമുക്ക് ഒന്ന് മനസ്സിലാക്കും. ഞാൻ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു ബ്രഹ്മകുമാരിസിൽ ഒന്ന് ക്ലാസ് എടുക്കും. കുറെ ഭ്രാന്ത് നീങ്ങി കിട്ടും.
കുറെ കൺഫ്യൂഷൻ ആയിരുന്നു. ചിന്തിച്ച് കുറെ മാർക്ക് കിട്ടി, കുറെ കൺഫ്യൂഷൻ കൂടി. ഞാൻ ഭാഗ്യത്തിന് ഞാൻ 2 നേരം പോയി പ്രിപ്പയർ ചെയ്തു. കാരണം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കും. പലരും എന്നെ തടുക്കാൻ ശ്രമിച്ചിരുന്നു അവർ പോകേണ്ടതൊക്കെ. പക്ഷെ ഞാൻ 2 നേരം പോയി മുരളി കേട്ടു. ആ കാലത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിരുന്ന് തർക്കിച്ചുകൊണ്ടിരിക്കും. വൈകുന്നേരം കുറച്ചു പേരും അപ്പനൊന്നും മിണ്ടും കേട്ടോണ്ടിരിക്കും. ഇവിടെ വന്നിട്ട് ഗീത വായിക്കും. സംശയം ഗീതയിൽ ഇങ്ങനെ അവരങ്ങനെ പറയും അല്ലെ. 6 മാസം അങ്ങനെ കഴിഞ്ഞ് മുരളി കേട്ട് മനസ്സിലായി ഇത് സാക്ഷാൽ ദൈവം. ഇതൊക്കെ ഗീതയിൽ കിടക്കുന്നു. ഇത് ആദ്യം നമ്മൾ വിചാരിക്കുന്നത് ഈ ബ്രഹ്മന്മാര് 2 അമ്മമാരാണ്. അപ്പൊ ഇവരാണ് നമുക്ക് സന്യാസം വരുന്ന ആൾ. അപ്പൊ ഇവരാണ് ഇപ്പൊ ദൈവത്തെ. ഞാൻ ചോദിച്ചു ദൈവം വന്നു, നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു? എങ്ങനെ? ഞാൻ സർവ്വവ്യാപിയിൽ കഠിനമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ സർവ്വവ്യാപി എങ്ങനെ വരുമെന്ന് നിങ്ങൾ ഈ പറയുന്നു? അവർ സർവ്വവ്യാപി അല്ല എന്ന് പറയും. അപ്പൊ നമ്മളൊരു സർവ്വവ്യാപി അല്ല എന്ന് നിങ്ങൾ പറയാനാണ്. ഇവിടെ ശങ്കരാചാര്യം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സാധാരണ സ്ത്രീകൾ വന്നിട്ട് വല്ലയിടത്തൊരു ഭാവം വന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ അംഗീകരിച്ചു തരത്തില്ല. നമ്മൾ ഈ കേരളക്കാരാണല്ലോ, കുറച്ച് തർക്കി. പക്ഷെ മുരളി 2 നേരം പോയി 6 ഒറ്റ ദിവസം മുടങ്ങുന്നത്. 2 നേരം പോയി കേട്ട് വന്നപ്പോ മനസ്സിലായി ഇത് പ്രഥമ ഗീതയിൽ മാത്രമേ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് ദൈവം സംസാരിക്കും. വേറെ ഒരു ഗ്രന്ഥത്തിലുണ്ടാകും. അപ്പൊ ഇതിന് മുഴുവൻ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട്. ആദ്യം എനിക്ക് ബ്രഹ്മബാബ എന്ന് വിചാരിച്ചു. ഭയങ്കര വെറുപ്പായിരുന്നു ഈ മനുഷ്യൻ. ഇയാൾ എന്തൊരു അഹങ്കാരി, എന്നെ മാത്രം ഓർമ്മിക്കണം, ഞാൻ പറയുന്നതാണ് ശരി. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഇതൊന്നും ഭാരതത്തിന്റെ രീതിയല്ല. ഭാരതത്തിൽ ഒരിക്കലും ഞാനെന്ന് പറഞ്ഞ് സംസാരിക്കില്ല അല്ലെ. ഗുരുപരമ്പരകൾ പറഞ്ഞു വരുന്ന കാര്യമേ ഞങ്ങൾക്ക് ഉപനിഷത്ത് പറയുന്നത് എന്താ? അറിവുള്ളവർ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നേ പറയുള്ളൂ. ഞാൻ പറഞ്ഞൊന്നും ഒരു ഋഷി എഴുതി വെച്ചിട്ടില്ല. ഇത് എന്റെ ഉണ്ടക്കൻ അഭിപ്രായമാണെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല അല്ലെ. കവിയും അല്ലെ അറിവുള്ളവർ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ എന്നേ പറയുള്ളൂ. ഒരു പേര് പോലും ഇല്ല ഒരു മനുഷ്യൻ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ മനുഷ്യനാണ് ഈ കിടന്ന് അടിച്ചോണ്ട് വിടുന്നത്. പിന്നെ നമുക്ക് മനസ്സിലായത് ഈ പാവ മനുഷ്യനല്ല അല്ലെ. ഇത് ശിവബാബ പറയുന്ന കാര്യമാണ്. മുരളി കേട്ടാണ് മനസ്സിലായത്. അപ്പൊ ബാബ പറയാണ് കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് ശാന്തിയും സുഖവും നൽകാൻ കൽപ്പകൽപ്പങ്ങളിൽ എനിക്കൊന്ന് വരേണ്ട വരും. യാതിബി കർത്തേഹെ പതിത പാവനാവും. എല്ലാവരും ഓർമ്മിക്കുന്നതും പതിത പാവന വരുമെന്നാണ്. तो बाप बैठ बच्चों को समझाते बच्चे अब मेरे पास आए. അപ്പോൾ ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ എന്റെ അടുത്തേക്ക് വരേണ്ട സമയമായി. ആത്മപർ പാപം കാ ബോജ ബഹുത്. ആത്മാവിൽ പാപത്തിന്റെ ഭാരം കണ്ടമാനമുണ്ട്. ആത്മാക്കോ ഹി ഭോഗനപ്പെടുത്താകെ. ആത്മാവ് തന്നെ അത് അനുഭവിക്കണം. ശരീർ ധാരൺ കരായെ സജാദേത്തെ. ശരീരം ധാരണ ചെയ്യിപ്പിച്ചിട്ടാണ് ശിക്ഷ നൽകുന്നത്. തബ് തോ ആത്മാക്കോ ഫീൽ ഹോഗാന. ആ ശരീരത്തിലിരുന്ന് വേദന അനുഭവിക്കുമ്പോഴാണല്ലോ ആത്മാവിനത് ഫീൽ ചെയ്യുന്നത്. ശരീർ കോ ചോട്ട് ലഗ്നേസെ ആത്മാക്കോ ദുഃഖ ഹോത്താഹിന. ശരീരത്തിന് ഒരു അടി കിട്ടാണെങ്കിൽ ആ വേദന അനുഭവിക്കുന്നത് ആത്മാവാണ്. പുണ്യ ആത്മാ പാപ് ആത്മാ കഹാ ജാത്താഹി. പുണ്യ ആത്മാവ് പാപാത്മാവ് എന്ന് പറയാറുണ്ട്. പരന്തു മനുഷ്യമേ ഞാൻ നഹിയെങ്കിൽ പേം ആത്മാവ്. പക്ഷെ മനുഷ്യർക്ക് ഞാൻ ആത്മാവാണെന്ന് അറിവില്ല. എന്റെ ആത്മാവാന്ന് ഭക്തര് പറയാറ്. ഞാൻ മരിക്കുമ്പോൾ എന്റെ ആത്മാവ് അങ്ങ് അതാണ് കുഴപ്പമാക്കി. ഞാൻ ആത്മാവ് എന്റെ ശരീരം ഒന്ന് തിരിച്ചിടണം. അപ്പൊ സത്യവും വരും. ഞാൻ ദേഹം എന്റെ ആത്മാവ് അപ്പൊ കലിയുഗമായി. കമ്മ്യൂണിയൻ സബ് ആത്മാവും കെ സാത്ത് ഹോത്തി. അപ്പൊ പറഞ്ഞു മനുഷ്യബന്ധങ്ങൾ ആത്മാക്കൾക്ക് ആത്മാക്കളോടാണ്. ആത്മാ ഹി സാരാ ഖേൽ കർത്തി. ആത്മാവ് തന്നെയാണ് എല്ലാ കളിയും കളിക്കുന്നത്. ആത്മാ ശരീർ കെ സാത്ത് കർത്തി ഹെ മേരെ സാത്ത് ബച്ചേ. ആത്മാവാണ് ഒരു ദേഹത്തിലിരുന്ന് പറയുന്നത് എനിക്ക് 7 മക്കളുണ്ടെന്ന്. പരംപിത പരമാത്മാ നിരാകാർ ഹെ कहते हैं मैं इस शरीर में आया हूं मुझे इतने बच्चे. പരംപിത പരമാത്മാവ് നിരാകാരനാണ്. ബാബ പറയാണ് ഞാനിപ്പോൾ ഈ ശരീരത്തിൽ വന്നിട്ടുണ്ട്, എന്നിട്ട് ഞാനാണ് പറയുന്നത് എനിക്ക് ഇത്രയും കുട്ടികളുണ്ട്. കിത്തനെ ബച്ചോം കാ ദാദാ ബനത്താഹു. ഞാൻ എത്ര കുട്ടികളുടെ മുത്തച്ഛനാണ്. ഹിസാബ് കിയാ ജായി. വേറെ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. പരംപിത പരമാത്മാ ബ്രഹ്മദ്വാര മനുഷ്യ സൃഷ്ടി രചിത്തെ. പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ മനുഷ്യ സൃഷ്ടി രചിക്കും. അച്ഛാ ബ്രഹ്മ കിസ്കാ ബച്ച്. ശരി, ബ്രഹ്മാവ് ആരുടെ കുട്ടിയാണ്? ശിവബാബ. ബ്രഹ്മാവ് ശിവന്റെ പുത്രനാണ്. ഏത് ബുദ്ധിമേ രഹത്താകെ പരംപിത ബ്രഹ്മദ്വാര സൃഷ്ടി രചിത്തെ. അല്ലെ, ബ്രഹ്മാവിലൂടെ സൃഷ്ടി എന്ന ഭക്തരും. അപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ വരണം ബ്രഹ്മാവല്ല സൃഷ്ടി നടത്തുന്നത്, ബ്രഹ്മാവിലൂടെ ശിവബാബ നമ്മളെ പഠിപ്പിച്ച് പതിതരായവരെ പാവനമാക്കി പതിത ലോകത്തെ പാവനമാക്കി. അതാണ് സൃഷ്ടി രഹസ്യം. ബ്രഹ്മ ക്രിയേറ്റർ നഹി ഹെ. ക്രിയേറ്റർ നിരാകാർ ശിവ പരമാത്മാക്കോ ഹി കഹേങ്കി. ബ്രഹ്മാവല്ല സൃഷ്ടാവ്. സൃഷ്ടാവ് നിരാകാരനായ ശിവ പരമാത്മാവാണ്. വഹ് ആക്കർ പ്രജാപിത ബ്രഹ്മദ്വാര അഡോപ്റ്റ് കർത്തെ. ആ ബാബ വന്ന് പ്രജാപിത ബ്രഹ്മാവിലൂടെ നമ്മൾ ദത്തെടുക്കും. ബച്ചേ ബച്ചേ കാത്തേ രഹത്തെ. ഇവിടെ ബാബ എപ്പോഴും നമ്മളെ ബച്ചേ ബച്ചേ എന്ന് വിളിക്കുന്നു. അപ്പൊ ആ ബച്ചേ ബച്ചേ എന്ന് വിളിക്കുന്നത് ആരാണ്? ബച്ചേ ബച്ചേ എന്ന് വിളിക്കുന്നത് ആരാണ്? അച്ഛൻ. അപ്പൊ ബാബ പറഞ്ഞു നിങ്ങൾ എന്നെ ദൈവം എന്ന് തന്നെ വിളിക്കരുത്.
ദൈവം നമ്മുടെ അച്ഛനാണ്. പറഞ്ഞു അച്ഛ എന്ന് പറയുമ്പോൾ ഒരു ബന്ധമായി, അച്ഛ എന്ന് പറയുമ്പോൾ സ്വത്തായി, അച്ഛ എന്ന് പറയുമ്പോൾ ഭയക്കണ്ട, ബഹുമാനിക്കണം. പറഞ്ഞു എന്നെ ഭയക്കേണ്ട കാര്യമൊന്നും, ആദരിക്കണം, അല്ലെ? ആദരവിന്റെ ഒരു ആവശ്യം. അപ്പൊ ബന്ധമായി. അഭി യഹ് ബാധ്യന്തും സമുചിതേഹു. ഇപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. വഹബി സബിക്ക് ബുദ്ധിമേം ഏകരസിനഹ്യം വരുത്താം. ഇതൊന്നും എല്ലാവരുടെയും ബുദ്ധിയിലൊന്നും ഒരുപോലെ ഇരിക്കുന്നില്ല. ബാബാഹി വർഷ ദേങ്കെ ലായക് ബനാൻ. ബാബയാണ് നമുക്ക് സമ്പത്ത് നൽകുന്നത്, ബാബയാണ് നമ്മള് യോഗ്യരാക്കി മാറ്റുന്നത്. ബാബുക്കോ യാദ് കർ. ബാബ പറഞ്ഞു ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, എന്നെ ഓർമ്മിക്കൂ. ഇസ്കോ ഹി ഭാരത് കാ പ്രാചീന യോഗ കഹാ ജാതാ ഹെ, ഇസ്സേ ഹി വികർമ്മ വിനാശ് ഹോങ്കെ. ഇതിനെയാണ് ഭാരതത്തിന്റെ പ്രാചീന യോഗം എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് വികർമ്മങ്ങൾ വിനാശമാകുന്നത്. ഫിർ അന്ത് മതി സ്വഗതി ഹോജായ്. അങ്ങനെ വികർമ്മങ്ങൾ വിനാശമായി ബാബയെ തന്നെ ഓർമ്മിച്ച് അന്ത് മതി, ആത്മാവിന്റെ ഗതി അവസാനം അവിടേക്ക് ആയിക്കോളും. യാദ് സേ ഹി നിരോഗി ബനേങ്കി. ഓർമ്മയിലൂടെയാണ് നിരോഗിയാകുന്നത്. ആയു ബെഡി ഹോ ജായേഗി. ആയുസ് ദീർഘായുസാകും. പുരുഷാർത്ഥത്തെ പ്രാലബ്ധ മിലിഹുയി. പറഞ്ഞു എന്ത് ഫലത്തിനും അതിന്റെ പിറകില് പുരുഷാർത്ഥം അല്ലെങ്കിൽ പരിശ്രമം ഉണ്ട്. കർമ്മക്ഷേത്രത്തിൽ കർമ്മമില്ലാണ്ട് ഫലമില്ല. എന്തുകൊണ്ട് കൃഷ്ണ പദവി കിട്ടി? ബ്രഹ്മബാബ അത്രയും പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫലം അല്ലെ? കർമ്മമില്ലാണ്ട് ഫലമില്ല. ബാബ പറഞ്ഞു ഭാഗ്യമുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ കർമ്മമുണ്ടാവും. സത്യുക്കെ മാലിക് വഹ് കൈസെ ബനെ യഹ് കൊയ് ബി നഹീ ജാൻ. സത്യയുഗത്തിന്റെ ആധികാരികൾ ഇവരെങ്ങനെയാകും? ആർക്കും അറിയാൻ പാടില്ല. മഹിമ ഗാത്തെ രഹത്. ദേവതകളുടെ മഹിമ പാടാം. അർത്ഥ കുച്ച് ബി നഹീം സമ്മതിച്ചത്. അതിന്റെ ഒരു അർത്ഥം അറിയാൻ പാടില്ല. കിത്തനി പൂജ കർത്തെ യാത്രായം കർത്തെ യഹം തോ ബിൽക്കുൽ ശാന്തി. മനുഷ്യര് ഭക്തർ എത്ര പൂജകൾ ചെയ്യുന്നു, എത്ര തീർത്ഥയാത്രകൾ ചെയ്യുന്നു. ഇവിടെ ബാബയെ കിട്ടി കഴിയുമ്പോൾ പറഞ്ഞു ശാന്തമായിട്ട് ഇരുന്നാൽ മതി. ബൽ ബാപ്പ് ജ്ഞാനിക്കാ സാഗർ ഹേ പരന്തു കാത്തെ യഹത്തോ സെക്കൻഡ് കി ബാത്ത് ഹേ. ബാബ ജ്ഞാനത്തിന്റെ സാഗരമാണെങ്കിലും ഇതൊരു സെക്കൻഡിന്റെ കാര്യമേ ഉള്ളൂ. സിർഫ് മുജെ യാദ് കരോ തോ വർഷ തുമാര ആയി. കേവലം എന്നെ ഓർമ്മിച്ചാൽ മതി. ബാബ പറഞ്ഞു എന്റെ സ്വത്ത് നിങ്ങൾക്കുണ്ട്. മൻമനാഭവ മധ്യാജീഭവ. രണ്ട് മന്ത്രങ്ങളാണ് നൽകുന്നത്. മൻമനാഭവ മധ്യാജീഭവ. പിന്നെ മൂന്നാമത് ഗീതയിൽ എന്താ പറഞ്ഞ? മൻമനാഭവ മത് ഭക്ത. നീ എന്റെ ഭക്തനാകണം, അതായത് എന്നോട് പ്രേമം ഉണ്ടാകും. പിന്നെ എന്ത് പറഞ്ഞു? എനിക്ക് വേണ്ടി കർമ്മം ചെയ്യാവും. അതായത് നീ പിള്ളേർക്കും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കർമ്മം ചെയ്ത് വെറുതെ അടിമേടിച്ച് നടക്കാം. നീ എനിക്ക് വേണ്ടി കർമ്മം ചെയ്ത സ്വതന്ത്രമായി. അപ്പൊ നീ മത് ഭക്ത, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യണം. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ. പിന്നെ മന്മന, എന്റെ മനസ്സുകൊണ്ട് എന്നെ ഓർമ്മിക്കണം, എന്നെ സ്നേഹിക്കണം, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഗീത ഒരു ഉറപ്പ് നൽകും, അല്ലെ? സത്യം ദേ പ്രതിജാനി പ്രിയോ അസി. ഞാൻ സത്യം പറയാണ്, ഞാൻ നിന്നെ രക്ഷിച്ചു, നീ ഒന്നും പേടിക്കാനൊന്നും, അല്ലെ? മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പൊ മനസ്സിലായോ നാഗരാജ് ഭായി? മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. രാവിലെ കട തുറക്കണം, അല്ലെ? മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പൊ അവർ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യും. ബാക്കി ഡീറ്റെയിൽ കി സമച്ചാൻ. ബാക്കി ബാബ പറയണം വിസ്താരം. ഇപ്പൊ കഴിഞ്ഞ ദിവസം അമ്മയുടെ ക്ലാസ് എന്തായിരുന്നു? ഒരു സെക്കൻഡേ ഉള്ളൂ, അല്ലെ? നമ്മളിപ്പോ കണ്ണടച്ച് മൊത്തം ഇരുട്ടാണ്. അപ്പൊ കുറെ ഇരുട്ടിനെ കുറിച്ചും പകലിനെ കുറിച്ചൊക്കെ ക്ലാസ് കേൾക്കുന്നു. പക്ഷെ ഒന്ന് കണ്ണു തുറന്നപ്പോ വിളിച്ചു പോയി. അത് കണ്ണു തുറക്കാൻ ഒരു സെക്കൻഡ്. അതുപോലെ നമ്മൾ ബ്രഹ്മത്തിലേക്ക് നമ്മുടെ മനസ്സ് തിരിഞ്ഞ് അവിടെ എത്തിയാൽ, ബാബയുടെ അടുത്ത് എത്തിയാൽ ഓരോ സെക്കൻഡിന്റെ കാര്യമുള്ളൂ. ആക്ച്വലി ഒരു സങ്കല്പത്തിന്റെ അകലമേ ഉള്ളൂ. ഒരു സങ്കല്പം നമ്മൾ സങ്കല്പിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ സങ്കല്പം അവിടെയാണെങ്കിൽ നമ്മൾ മുക്തനായി. ബാബ പറഞ്ഞു ഇതൊരു സെക്കൻഡിന്റെ കാര്യം, ബാക്കിയെല്ലാം വിസ്താരമാണ്. ഏകബി കിത്തനെ സമയത്തെ ദേത്തരഹത്തെ. എത്ര കാലമായി ഇത് പഠിപ്പിക്കാൻ തുടങ്ങി? വഹ്ലോക് കിത്തനെ കോൺഫറൻസ് കർത്തെ രഹത്തെ. ആളുകൾ എന്തെല്ലാം കോൺഫറൻസുകളാണ് നടത്തുന്നത്. റിലീജിയസ് കോൺഫറൻസ് ബുലാത്തെ. ഇവിടെ മതസമ്മേളനം, ധർമ്മസമ്മേളനം ഒക്കെ വിളിക്കാറുണ്ട്. യോഗയ്ക്ക് കോൺഫറൻസ് ബുലാത്തെ. യോഗത്തിന്റെ സമ്മേളനങ്ങളുണ്ട്. സബ് ഫാൽത്തുഹേ. ഒരു കാര്യമില്ലാത്ത, ഒരു കഴമ്പില്ലാത്ത. അതൊക്കെ നമ്മൾ കൂടുക അതിന്റെ കൂടെ. നമുക്കറിയില്ല ഒരു കഴമ്പ്. നമ്മുടെ കാര്യം പറയാൻ വേണ്ടി നമ്മൾ അതിന്റെ കൂടെ പോകും. സെക്കൻഡ് മേം ജീവൻ മുക്തി ദേനേവാല ഹൈ ഹി ഏക്. ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി നൽകുന്നത് ഒരു ബാബയാണ്. ആത്മാവും और परमात्मा की जब कॉन्फ्रेंस होती है तब ആത്മാവും को परमात्मा से मुक्ति मिलती. ആത്മാക്കളും പരമാത്മാവും തമ്മിൽ കോൺഫറൻസ് നടക്കുമ്പോൾ ആത്മാക്കൾക്ക് പരമാത്മാവിൽ നിന്നും മുക്തി കിട്ടും. गाया भी जाता है आत्मा परमात्मा अलग रहे बहुत काल सुंदर मेला कर दिया जब सद्गुरु मिला दलाल. ഇങ്ങനെ പറയാറുണ്ട്. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം അകന്നിരുന്നു. പിന്നെ ഒരു ദല്ലാളിന്റെ രൂപത്തിൽ പരമാത്മാവ് വന്നപ്പോൾ കൂടിക്കാഴ്ച നടന്നു. ബാബാഹി ആക്കർ നയി ദുനിയ രചിത്തേഹെ ലായിക്ക് ബനാതെ. ബാബ തന്നെ വന്നാണ് പുതിയ ലോകത്തെ രചിച്ച് നമ്മളെ യോഗ്യരാക്കുന്നത്. സബ്സെ നമ്പർ കോൺഫറൻസ്. ഇതാണ് നമ്പർ 1 കോൺഫറൻസ്. ഇൻകോ കുംഭക മേള കഹത്തെ. ഇതിനെയാണ് കുംഭമേള എന്ന് പറയുന്നത്. കുംഭ് സംഗം കോ കഹാ ജാതാ ഹൈ. കുംഭം എന്ന് പറയുന്നത് സംഗമത്തിനെയാണ്. ഏത് സംഗം കാ മേള ഫസ്റ്റ് ക്ലാസ് കോൺഫറൻസ് കെ
ജബ്കി ആത്മാസോ പരമാത്മാ ആകർ മിൽത്തെ. ഈ സംഗമത്തിലെ മേള ഫസ്റ്റ് ക്ലാസ് കോൺഫറൻസ് ആണ്. ഇവിടെയാണ് ആത്മാക്കളും പരമാത്മാവും വന്ന് ചേരുന്നത്. സെക്കൻഡമേ ജീവൻ മുക്തി മിൽത്തി. ഒരു സെക്കൻഡിലാണ് നമുക്ക് ജീവൻ മുക്തി. ഇനി നമ്മൾ മധുവിനെ പോയാൽ ബാബയെ കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ടി വി ഇട്ട് കാണാനേ പറ്റും. ബ്രാഹ്മണ തമ്മിലുള്ള സമ്മേളനമാണ്. അപ്പൊ കാലം എത്ര കടന്നുപോയി, ഒക്കെ തീരാറായി. ബാബ പറയാണ് ഇതിനുശേഷം പിന്നെ ഒരു കോൺഫറൻസും ഉണ്ടാവില്ല, യജ്ഞം ഉണ്ടാവില്ല, തപം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സബ് ബന്ധു ഹോ ജാത്തെ. എന്തായാലും ആലോചിച്ചു, സത്യത്തിൽ ഒരു കോൺഫറൻസ് നടക്കാൻ പോകും, വലിയ ബോർഡും അനൗൺസ്മെന്റ് ഒക്കെ. എന്താണ്? സമാധാന സമ്മേളനം ഉണ്ടാവും. സത്യത്തിൽ സമാധാന സമ്മേളനം. സത്യത്തില് നമ്മൾ പറയാണ്, നമ്മൾ യോഗ ക്ലാസ് ആരംഭിക്കാൻ പോകാം. ഒരു ബോർഡ് ഉണ്ടാവും, ഹരിഭായി, ഒരു ബോർഡ് ഉണ്ടാവും, യോഗ ക്ലാസ് ആരംഭിക്കാൻ പോകും. സത്യത്തിൽ ഒരു ദേവതകളും യോഗ ചെയ്യുന്നതായിട്ട് ഒരു പടം ഉണ്ടാവില്ല. കാര്യം തന്നെ അവര് നാച്ചുറൽ ശാരീരിക യോഗികളുമാണ്, മാനസികമായിട്ട് യോഗികൾ അല്ലെ. നാച്ചുറൽ ആയിട്ടുള്ള ജീവിതത്തിൽ യോഗത്തിന്റെ ആവശ്യമില്ല. ദ്വാപരം മുതലാണ് യോഗശാസ്ത്രം വന്നത്. സത്യത്രേതായത്തിൽ ഇല്ല. രാസ്, രംഗ്, അങ്ങനെ 3 കാര്യങ്ങൾ പറയും. സത്യത്രേതായത്തിൽ യോഗം പഠിപ്പിക്കില്ല. എപ്പോഴാണ് നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തത്, അപ്പോഴാണ് ആയുർവേദം, യോഗശാസ്ത്രങ്ങൾ എല്ലാം വരാൻ തുടങ്ങും. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു പട്ടിയും പൂച്ചയും ഒരു ബ്രീതിങ് എക്സർസൈസും ചെയ്യാറില്ല, ഒരു യോഗാഭ്യാസം ചെയ്യാറില്ല. പക്ഷെ കാലത്ത് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് ഓട്ടം, ചാട്ടം, കളി, ചിരി അതും കണ്ട് മനുഷ്യന് മാത്രമേ. അപ്പൊ നാച്ചുറൽ ആയിട്ട് യോഗ നടക്കും. ഇപ്പൊ നാഗരികമായി യോഗ കഴിഞ്ഞ് വന്നിരിക്കുക. അത് ഇപ്പോഴത്തെ ആവശ്യമാണ്. കാര്യം ഇപ്പൊ നമ്മുടെ ശരീരം മോശമായതുകൊണ്ട് എക്സർസൈസ് ആവശ്യമാണ്. അതുകൊണ്ട് ബാബ കൂടുതൽ എക്സർസൈസിനെ കുറിച്ചൊന്നും മുരളി പറയും. പിന്നെ നമ്മളൊക്കെ എക്സർസൈസ് ഒന്നും വേണ്ടാന്നൊക്കെ ഒരു ധാരണ ഉണ്ടായി. യോഗ വേണ്ട, എക്സർസൈസ് വേണ്ട, ബാബയെ മാത്രം ഓർമ്മിച്ചാൽ മതി, പിന്നെ ബാബയുടെ ഓർമ്മയിൽ കഴിക്കുക. അങ്ങനെ എല്ലാവരും നല്ല തടിമാടന്മാരായി. അപ്പോൾ ബാബ ഒരു മുരളി പറഞ്ഞു, എക്സർസൈസ് മേനെ മനാ നഹീ കിയാ. എക്സർസൈസ് ഞാൻ തടുത്തിട്ട് എന്നാലും ചെയ്യാൻ പറഞ്ഞു. കാര്യം ബോഡി കോൺഷ്യസിലേക്ക് വരാണ്ട് എക്സർസൈസ് ചെയ്യും, അതൊക്കെ ഇതൊരു പണിയാണ്. അപ്പൊ ഞാൻ തടുത്തിട്ടില്ല എന്ന് ബാബ പറഞ്ഞു. കാര്യം എക്സർസൈസ് ആവശ്യമാണ്. ബാബ പറയണം, അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ അത് പഠിപ്പിക്കാനല്ല വന്നിരിക്കും. എന്ത് മരുന്ന് കഴിക്കണമെന്നുള്ളതും നിങ്ങൾ തീരുമാനിക്കും. അതൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചു. എക്സർസൈസ് ചെയ്യണോ ബാബ? ബാബ പറഞ്ഞ എക്സർസൈസ് ചെയ്യണോ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് ഈ സമയത്ത് ആവശ്യമാണ്. അപ്പൊ ഇതൊന്നും മുരളിയിലില്ലാത്ത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിചാരിക്കാറുണ്ട്. അതുകൊണ്ട് എന്താണ് പറയുന്നത്, ഇപ്പൊ മുരളിയിൽ ബാബ പ്രകൃതിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് വേണേലും കഴിക്കാം. എന്നിട്ട് കഴിച്ച് ഉള്ള അസുഖം മുഴുവനാണ്. ബാബ പറയാണ്, കുട്ടികളെ, ഇത് നമ്പർ 1 കോൺഫറൻസ് ആണ്. ആത്മാ ജീവമേം പ്രവേശ് കർണേസെ ജീവാത്മാ ബനത്തി. ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ജീവ് ആത്മാവാകുന്നത്. കഹത്തെ ഹേ മേം ഇൻമേം പ്രവേശ് ന കരും തോ അപ്നാ പരിചയ കൈസെ ദൂം അവർ ത്രികാലദർശി വാ സ്വദർശൻ ചക്രധാരി കൈസെ ബനാവും. ബാബയും പറയാണ്, ഞാൻ ഈ ബ്രഹ്മാവിൽ പ്രവേശിക്കാണ്ട് ഞാൻ എന്റെ പരിചയം നിങ്ങൾക്ക് എങ്ങനെ നൽകും? ഞാൻ അങ്ങനെ കാലത്തെ കുറിച്ചുള്ള അറിവ് നൽകി നിങ്ങളെ സ്വദർശന ചക്രധാരിയാക്കും. തും കഹത്തെ ഹോ ഹം സ്വദർശന ചക്രധാരി ബനത്തെ ഹെ. നമ്മൾ പറയുന്നുണ്ട് നമ്മൾ സ്വദർശന ചക്രധാരികളാകാണ്. മനുഷ്യനെ ഹീം സമിച്ചത്തെ. മനുഷ്യർക്ക് ഇതൊന്നും അറിയാൻ പാടില്ല. വിഷ്ണു കെ സാത്ത് കൃഷ്ണാക്കോബി ചക്ര ദേദത്തെ. ഭക്തിയിൽ വിഷ്ണുവിന്റെ കയ്യിലും ചക്രമുണ്ട്, കൃഷ്ണന്റെ കയ്യിലും ചക്രമുണ്ട്. ഗീതാമയും കൃഷ്ണാക്ക നാം ദയ്യാഹി. ഭഗവത്ഗീതയിൽ കൃഷ്ണന്റെ പേരാണ്. നഹീം തോ ചക്രക്കി ബാത്ത് ഹൈ നഹി. ഇല്ലെങ്കിൽ ഈ ചക്രത്തിന്റെ ഒന്നും കാര്യമില്ല. തുംകോ ബൈഡ് സൃഷ്ടിക്ക് ആദ്യ മധ്യാന്തക്ക രാസ സമച്ചാൽ. ഈ ചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിയുടെ ആദ്യ മധ്യാന്തത്തിന്റെ അറിവ്. ഈ ചക്രം ബുദ്ധിയിൽ കറക്കി നമ്മുടെ അസുരന്മാരെ മതി. ഇവരെ പുരാണത്തിൽ കാണിച്ചിരുന്ന സ്ഥൂലമായ ആയുധം. കൃഷ്ണ അവരെ കൊന്നു, നാരായണൻ അവരെ കൊന്നു. എന്തവരോട് നമ്മൾ ഇത്തിരി ചൂടായി സംസാരിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ ചക്രം കറക്കിക്കും. ഒരു ക്ഷമയില്ലാത്തവർ, കൊല്ലാനും മടിയില്ലാത്തവര്, അങ്ങനെ പുരാണത്തിലാക്കി. പക്ഷെ ബാബ നമ്മളോട് എന്താ പറഞ്ഞത്? ചക്രം കറക്കി അസുരന്മാരെ മതി. പല അസുരന്മാരും വധിച്ചോ? ചക്രം കറക്കി ഇല്ല, വധിച്ചോ? ചക്രം കറക്കി അസുരന്മാരെ വധിച്ചു. ചക്രം കറക്കിയാൽ ഏത് അസുരന്മാരെയും വഹിക്കും. എനിക്ക് പൈസയില്ല, ഇൻഫീരിറ്റി കോംപ്ലക്സ്, എല്ലാവർക്കും പൈസ, സൗത്ത്. അത് നമ്മളിന്ന് ചക്രം കറക്കിയാണ്. ഈ ലോകത്തിൽ ഏറ്റവും പൈസ ഉള്ളത് ആരായിരുന്നു? ഞാനായിരുന്നു. ഈ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ളത് ആരായിരുന്നു? ഞാനായിരുന്നു. ഞാനിപ്പോ നാളെ ആരാകും? അത്രയും പൈസ ഉള്ളവനാവും, അത്രയും ഇതാവും. അപ്പൊ ബാബ ആ കോംപ്ലക്സിന്റെ അസുരം ഒപ്പം. ഏത് അസുരനെ വധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മള്? ഞാൻ ആരായിരുന്നു എന്നുള്ള സ്മൃതിയുടെ ചക്രം കറക്കിയാൽ. ബാബ പറയാണ്, ഈ കോൺഫറൻസ് എത്ര ഒന്നാന്തരമാണ്. ആ ജോബി കോൺഫറൻസ് കറത്തെ വേസ്റ്റ് ഓഫ് ടൈം. ബാക്കി എല്ലാ കോൺഫറൻസുകളും ബാബ പറഞ്ഞ വേസ്റ്റ് ഓഫ് ടൈമാണ്. സബ്സെ അച്ചി കോൺഫറൻസ് ഏറ്റവും നല്ല കോൺഫറൻസ് എന്താണ്? ജീവാത്മ പരമാത്മ സമ്മേളനം. ജീവ് ആത്മാവും അവർ പരമാത്മാക്കി. ജീവാത്മാക്കളും പരമാത്മാവും. ജീവ് ആത്മാ യാദ് കർത്തി ഹേ പരമാത്മാക്കോ ജരൂർ ജീവമേം ആയെങ്കേന. ജീവാത്മാവ് പരമാത്മാവിനെ ഓർമ്മിക്കുന്നു. അപ്പോൾ പരമാത്മാവ് ഒരു ശരീരത്തിൽ വരണ്ടേ? നഹീം തോ ബോലെ കൈസെ. ഇല്ലെങ്കിൽ ഞാനെങ്ങനെ സംസാരിക്കും? ഏത് കോൺഫറൻസ് സബ്സെ അച്ചി ജോ പരംപിതാ പരമാത്മാ ആകാശ് സർവകോ സബ്ദ ദേത്തെ.
ഈ കോൺഫറൻസ് ആണ് നമ്പർ 1. ഇവിടെ പരംപിത പരമാത്മാവ് വന്നിട്ട് എല്ലാവർക്കും സദ്ഗതി കൊടുക്കുന്നു. പതിത് ആത്മാവോं के साथ जरूर पतित पावन की ही कॉन्फ्रेंस होगी तब तो पावन बनाएंगे. പതിത ആത്മാക്കളുടെ കൂടെ തീർച്ചയായിട്ടും പതിത പാവനൻ കോൺഫറൻസ് നടത്തണം, അപ്പോഴേ പാവനമാക്കാൻ പറ്റൂ. ഇത്തന്നെ സഹജ് സമझने की बातें हैं. ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന എത്ര ലളിതമായ കാര്യം. ഉത്തമത്തെ ഉത്തം യോഗ ഹെ ആത്മാവോं का परमात्मा के साथ. ഏറ്റവും ഉത്തമമായ യോഗം എന്താണ്? ആത്മാക്കൾ പരമാത്മാവുമായിട്ട് ചേരണം. സോ ബി പരമാത്മാ ഖുദ് ആക്കർ സിഖലാത്തെ ഹെ മാമേകം യാദ് കരോ. അതും പരമാത്മാവ് സ്വയം വന്ന് പഠിപ്പിക്കും, എന്നെ മാത്രം ഓർമ്മിക്കൂ. हे जीव की आत्माओं मुझ अपने पारलौकिक बाप के साथ योग रखो तो तुम्हारे सारे विकर्म विनाश होंगे. हे ജീവനിൽ ഇരിക്കുന്ന ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാക്കളെ, നിങ്ങൾ പാരലൗകിക പിതാവായ എന്റെ കൂടെ യോഗം വയ്ക്കൂ, അപ്പോൾ നിങ്ങളുടെ വികർമ്മങ്ങളെല്ലാം വിനാശമാകും. जबकि ആത്മായും സബ പരമാത്മാ സെ മിൽത്തി तो जरूर परमात्मा आकर बरसा देंगे. ബാബ പറയുന്നു, ആത്മാവും പരമാത്മാവും ചേരുമ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും പരമാത്മാവിന് വന്ന് സ്വത്ത് കൊടുക്കേണ്ടത്. സർവ്വ സർഗതിദാത ജീവൻ മുക്തിദാത വഹബാപ്പി. എല്ലാവരുടെയും സദ്ഗതിദാതാവും ജീവൻ മുക്തിദാതാവും ആ ഒരാളാണ്. ഐസി ബാത്തേം അവർ കൊയ് സുനാത്തിനായി. അങ്ങനെ ആരും ഞാനെന്നും പറഞ്ഞ് സംസാരിക്കില്ല, ഞാൻ നിങ്ങളെല്ലാം കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ് ലോകത്താർക്കും പറയാൻ പറ്റത്തില്ല. തും സുനായെങ്കിൽ തോ കഹെങ്കിൽ അവർ തോ കിസി സെ ഐസി ബാത്തേം സുനി നഹി. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾപ്പിക്കുമ്പോൾ ആളുകൾ പറയും, ഇത് ഞങ്ങൾ ആരിൽ നിന്നും കേട്ടിട്ടില്ലല്ലോ. തും തോ ബഹുത് അച്ഛാ സമझാത്തെ ഹോ. നിങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. ഏഹ് ബാത്തേം തോ ശാസ്ത്രോമേം ബി നഹി ഹി. ഈ കാര്യങ്ങളൊന്നും നമ്മുടെ പുരാണങ്ങളിൽ ഇല്ല. പരന്തു ശാസ്ത്രമേ കഹംസായി. വൈകണ ശാസ്ത്രത്തിൽ ഇത് എവിടെ നിന്ന് വരാനാണ്? ബാബ കാത്തെ സെക്കൻഡ്മേം ജീവൻ മുക്തി ശാസ്ത്രം സേ ക്യാ സീഖേംഗെ. ബാബ പറയുന്ന സെക്കൻഡിൽ ജീവൻ മുക്തി. ബാബയ്ക്കാണ് എന്താ ശാസ്ത്രങ്ങളിൽ നിന്ന് ഇത് കിട്ടുമോ? ബാബ ഹേ കാലോം കാ കാൽ. ബാബ കാലന്റെയും കാലനാണ്. ബച്ചും കോ ലേ ജാതേ ഹേ. എല്ലാ കുട്ടികളെയും ഒരാളെ പോലും ഇവിടെ വെച്ചേക്കില്ല, എല്ലാവരെയും മുക്തിയിലേക്ക് കൊണ്ടുപോകും. ജരൂർ ആയെങ്കിൽ തബ് തോ പാവൻ ബനാക്കർ ലേ ജായേ. ബാബ ഞാൻ തീർച്ചയായിട്ടും വന്നാലല്ലേ നിങ്ങളെ പാവനമാക്കി കൊണ്ടുപോകാൻ പറ്റൂ. തുംകോ പാവൻ ബനാ രഹേ ഹേ. ഞാൻ നിങ്ങളെ പാവനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യമേ സബ് പാവന ഹേ. സത്യത്തിൽ എല്ലാവരും പാവനമാണ്. ജരൂർ സംഗംബർ ആയ ഹോഗ പാവൻ ബനൻ. തീർച്ചയായിട്ടും ഞാൻ സംഗമത്തിൽ വന്നിട്ടുണ്ടായിരിക്കണം പാവനമാക്കാൻ. എല്ലാം ബാബ എന്താണ് നമുക്ക് യുക്തികൾ പറഞ്ഞു തരാം. ഒറ്റ ഇത് മനസ്സിലാക്കിയാൽ മതി, ഈശ്വരനാണ് ഇത് പഠിപ്പിക്കുന്നത്, മുരളി ദൈവത്തിന്റെ. ഈ കാര്യം ഉറക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കും. അബ് തും ബച്ചേ ജാനത്തെ ഹോ യഹ് കൽപ് കാ സംഗമ ഹേ. കുട്ടികൾക്കറിയാം ഇത് കൽപ്പത്തിന്റെ സംഗമമാണ്. ബാബ ആയേ തുമാര കമ്മ്യൂണിയൻ അപ്പനെ സാത്ത് കരാതെ. ബാബ വരുന്നത് നമ്മുടെ കമ്മ്യൂണിയൻ ബാബയുടെ കൂടെ ആക്കാനാണ്. കഹത്തെ ഹേ മേം സാധാരണ ബ്രഹ്മാതനമേം ആയാകും. ബാബയാണ് പറയുന്നത്, ഞാൻ ഈ സാധാരണക്കാരനായ ബ്രഹ്മാവിന്റെ സാധാരണ ശരീരത്തിൽ വന്നിരിക്കുകയാണ്. ഏത് ദാദാ കൊയ് ബ്രഹ്മ നഹീന്ത. ഈ ദാദ, ഈ ബ്രഹ്മാവൊന്നും ആയിരുന്നില്ല. ബൽ അസുൽ ബ്രാഹ്മൺ ഥേ പരന്തു വഹു ഛോട് ദിയ. ഇയാളൊരു ബ്രാഹ്മണനായിരുന്നു, പക്ഷെ അതൊക്കെ വിട്ടു. അപ്പൊ ബ്രഹ്മദ്വാര രജനീഹി तो ബ്രഹ്മ ചാഹി. ബ്രഹ്മാവിനോട് സൃഷ്ടി നടത്തണമെങ്കിൽ എനിക്ക് ബ്രഹ്മാവ് വേണ്ടേ. ഖുദ് കഹത്തെ ഹേ മേം ബ്രഹ്മാക്കെ തന്മേ മാതാഹും. സ്വയം പരമാത്മാവ് പറയാണ്, ഞാൻ ബ്രഹ്മാവിന്റെ ദേഹത്തിൽ വന്നിരിക്കുകയാണ്. ഒരു മുരളി തന്നെ എത്ര പ്രാവശ്യം പറയും. കാര്യം എന്താണ്? ഏറ്റവും മറക്കാനുള്ള പാഠം ബ്രഹ്മാവിനോട് ശിവബാബയാണ് പഠിപ്പിക്കുക. കിസപ്പ് ജാത്തായി. ഇത് തെന്നിപ്പോകുന്ന ഒരു അറിവാണ്. ഒരു ദിവസം സംശയം വരുന്നത്, ഇത് ബ്രഹ്മാവിൽ കൂടെ ശിവബാബ തന്നെ അല്ലെ? ബാബ പറഞ്ഞു, അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് ബ്രഹ്മാവിലൂടെ ശിവബാബയാണ് പഠിപ്പിക്കുന്നത്. ശിവബാബയാണ് പഠിപ്പിക്കണേന്ന് മനസ്സിലായ അട്ടിമുടി മാറി. നമ്പർ 1 പാവൻ സോഹി നമ്പർ 1 പതിത് 84 ജന്മ പൂരലിയത്തോ പാവൻ പനേക്കാന. പിന്നെ എന്തുകൊണ്ട് ഇങ്ങേരുടെ ശരീരത്തിൽ തന്നെ വന്നു? ബാബ പറഞ്ഞു, ഈ ആത്മാവ് നമ്പർ 1 പാവനമായിരുന്നു. അദ്ദേഹം നമ്പർ 1 പതിതനാണ്. 84 ജന്മങ്ങൾ പൂർത്തിയാക്കി. അപ്പോൾ അദ്ദേഹത്തെയാണ് എനിക്ക് പാവനമാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ആ ശരീരത്തിൽ വന്നു. ഒരു പരിസ്ഥിതി ബലത്തെ, ഈ ആത്മാവ് പരിസ്ഥിതിയായി മാറും. തത്വം അതുപോലെ നമ്മളുമാകും. ബ്രാഹ്മൺസോ ദേവത ബനേങ്കെ. അങ്ങനെ ബ്രാഹ്മണര് പരിസ്ഥകളായി ദേവതകളാകും. ജിസ്കാ ജാസ്തി പുരുഷാർത്ഥ ചലത്ത വഹ് ജാസ്തി ഉഞ്ച പദവായി. ഇതിൽ ആരാണോ കൂടുതൽ പരിശ്രമിക്കുന്നത് അവർക്ക് ഉയർന്ന പദവി കിട്ടും. തും സബ് കല്യാണക്കാരി ഹോന. നിങ്ങൾ എല്ലാവരും മംഗളകാരികളാണല്ലോ. സിർഫ് ഏക് ബാബ ദോടെ ഹി കർത്തെ. ഒരു ബാബയ്ക്ക് മാത്രം വിശ്വമംഗളം ചെയ്യാൻ പറ്റില്ല. ഖുദായി ഗിദ്മത്കാർത്ത് ബഹുത്ത് ചാഹിയന. എനിക്ക് ഈശ്വരീയ സേവകരെ ധാരാളം വേണം. തും ഓൺ ഗോഡ് ഫാദർലി സർവീസ് पर हो. നമ്മൾ ഓൺ ഗോഡ് ഫാദർലി സർവീസിലാണ്. അംഗ്രേജി അക്ഷർ ബഹുത്ത് അച്ഛാ ഹി. അല്ലെ? ബാബ പറഞ്ഞ ഈ ഇംഗ്ലീഷ് വാക്കൊക്കെ ചിലത് നല്ലതാണ്. വഹ് ബൽ ഹെവൻ മേ ജാത്തെ നഹി ജാത്തെ ഹി ന സ്ഥാപന കർത്ത ഹെവൻലി ഗോഡ് ഫാദർ. അവരാണ് കൂടുതൽ പറയുന്നത് ഹെവൻലി ഗോഡ് ഫാദർ, അല്ലെ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അവർ സ്വർഗത്തിലൊന്നും പോകില്ല. മുസൽമാൻ ബഹിസ്ത് കാതെ. മുസ്ലിങ്ങൾ ബഹിസ്ത് എന്ന് പറയും. ഖുദ് ബഹിസ്ത് മേ ജാത്തെ തോടേക്ക്. ഒരു മുസ്ലിമും സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെയൊക്കെ പറയാമോ?
അവർ ഒരു ക്രിസ്ത്യാനി സ്വർഗത്തിൽ, ഒരു മുസ്ലിമും സ്വർഗത്തിൽ. എന്താ പാർട്ടിലില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ബാബ ജാതിയല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ക്രിസ്ത്യാനി എന്ന് വിചാരിക്കുന്ന ഒരാൾ, ഞാൻ ഹിന്ദു എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ല. അല്ലെ, ഞാൻ ആത്മാവാണ്. ക്രിസ്ത്യാനിക്ക് ആത്മാവുണ്ട്, ആത്മാവിന് ക്രിസ്ത്യാനി. അപ്പൊ അതാണ് പറയുന്നത് സർവ്വധർമാൻ പരിത്യജ. ഇങ്ങനെയുള്ള ദേഹധർമ്മങ്ങളെല്ലാം കളഞ്ഞ് വേറെ എനിക്ക് മുസ്ലിമോ ഇവിടെ വിദേശ രാജ്യങ്ങളില്ലേ, മുസ്ലിം രാജ്യങ്ങളില്ലേ, പക്ഷെ അവര് ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയെന്ന്, അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണ്, ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ വളരെയധികം പദവി വരുന്നു. കാരണം ആത്മാവ് ഹിന്ദു അല്ല, ആത്മാവ് മുസ്ലിം അല്ല, ആത്മാവ് ക്രിസ്ത്യാനി അല്ല. ബ്രഹ്മലോകത്തിൽ നിന്ന് ഏത് ജാതിയായി? നമ്മുടെ അച്ഛൻ ശിവബാബ ഏത് ജാതിക്കാരൻ? ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമോ? അച്ഛനെ പോലെ ആകും. ദേഹബോധത്തിന്റെ ഈ ശരീരത്തിന്റെ ധർമ്മങ്ങൾ, ജാതി മതമൊക്കെ മനസ്സിൽ നിന്ന് കളയണം. അപ്പൊ ബാബ പറയണം മുസ്ലിമും ക്രിസ്ത്യാനി ഹിന്ദു എന്നല്ല സത്യത്തിൽ പോലെ ആത്മാഭിമാനി അവിടെ. പക്ഷെ സാധാരണഗതിയിൽ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ആ പുസ്തകം വായിച്ചിട്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞാൽ അവർ പോകത്തില്ല. ഏകത്തോ ബുദ്ധിക്ക് ബാധ്യത. ഇതെല്ലാം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം. സ്വർഗ ഭാരത ധ അഭിനരക. ഈ ഭാരതമായിരുന്നു സ്വർഗം, അതിപ്പോ നരകമായി. ഹെവൻ സ്ഥാപൻ കർണേ വാല ബാബയ്ക്ക് സിവായ കൊയ് ഹോന സകൻ. ഇനി സ്വർഗം സ്ഥാപിക്കാൻ ബാബയ്ക്ക് അല്ലാണ്ട് വേറെ ആൾക്ക് പറ്റത്തില്ല. ഹേലിക്ക അന്ത് ആയേ തബ്ദോ ഫിർ ബാപ്പാക്കർ ഹെവൻ മേ ലജ. ഇനി ബാബയ്ക്കും തോന്നിയ സമയത്ത് പറ്റൂല. നരകത്തിന്റെ അവസാനമാകുമ്പോൾ ബാബ പറഞ്ഞു ഞാൻ വന്ന് ഈ നരകത്തെ നശിപ്പിച്ച് സ്വർഗം സ്ഥാപിക്കും. ഹേൽ മേ ഹി ബാബക്കോ ആനാ പഠിത്ത. അവർ എനിക്ക് നരകത്തിലേ വരാൻ പറ്റും. നരകവൈരി എന്നാണ് പറയുന്നത്, സ്വർഗവൈരി എന്നില്ല. ഹെവൻ കാ മാലിക ബനാനെ. ബാബർ എന്തിനാ ഞാൻ നരകത്തിൽ വരുന്നത്? നരകവാസികളെ സ്വർഗവാസികളാക്കാൻ. അഭിത്തും ദോചക്ക അവർ ബഹസ്തിക്കെ ബീജമേം ബൈഡേഹോ അവർ സബി ഐഹി ദോചകമേം. ഈ ജ്ഞാനം മനസ്സിലാക്കിയ നമ്മൾ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും നടുക്ക് നിൽക്കാൻ, ഇടയ്ക്ക് നിൽക്കാൻ. ബാക്കി ആളുകളെല്ലാം നരകത്തിൽ തന്നെ നിൽക്കാൻ. അവർക്ക് സ്വർഗം വരാൻ പോണെന്നോ ഇത് അവസാനമായെന്നോ ഒന്നും അറിവില്ല. അവര് ഈ കലിയുഗത്തിൽ നരകത്തിൽ തന്നെ, നമ്മൾ നരകത്തിലാണെങ്കിലും നമ്മുടെ മുഖം സ്വർഗത്തിലാണ്. सिर्फ तुम बच्चे ही अपने पुरुषार्थ से बहस्त में जाते हो, इसलिए तुमको बहुत खुशी होनी चाहिए. കേവലം കുട്ടികൾ മാത്രമാണ് പുരുഷാർത്ഥം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ടാകണം. അച്ഛ മീട്ടെ മീട്ടെ സിക്കേലിദേ ബച്ചോം പ്രതി മാതാപിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ അവർ ഗുഡ് മോർണിംഗ്. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ. ഏക് ബാബ് സേ ഹി സച്ചാ കമ്മ്യൂണിയൻ രഖനാ ഹെ, ബാബ് സേ ഹി ദിൽ കി വാർത്താലാപ് കർണേ. ഒരു ബാബയോട് മാത്രം സത്യമായ കമ്മ്യൂണിയൻ വയ്ക്കണം. ഒരു ബാബയോട് മാത്രം തന്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ കേൾപ്പിക്കണം. ബാബ കെ സാമനെ ഹി അപ്പനെ ബാത്ത് രഖനെ കിസി ദേഹദാരി കെ സാമനെ. നമ്മുടെ കാര്യങ്ങള് ബാബയുടെ മുമ്പിൽ മാത്രമേ വയ്ക്കൂ, ഒരു ദേഹധാരിയുടെ മുമ്പിലും വയ്ക്കും. നമ്മുടെ പ്രയാസങ്ങൾ ഒരു ദേഹധാരി, അത് നമ്മൾ ബാബയുടെ മുമ്പിൽ പറഞ്ഞു. അത് ബാബ പറഞ്ഞു നിങ്ങൾ ആരുടെയും താഴെ നിൽക്കുക. ഞാൻ ഒരാളോട് പറയാം എനിക്ക് അങ്ങനെ പ്രയാസം അറിയാം, അപ്പൊ നീ അടിമയാണ്. അത് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ വെക്കുമ്പോൾ നമ്മള് ദൈവം ഏറ്റവും മുകളിലായതുകൊണ്ട് നമുക്ക് പ്രയാസമില്ല. അപ്പൊ നമുക്കൊരു അസുഖം വരുമ്പോ എന്ത് ചെയ്യണം? അത് പറഞ്ഞ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു. അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു കാര്യം. ബാബയോട് പറയുന്നത് മനസ്സിന്റെ കാര്യം. ശരീരത്തിന്റെ കാര്യം മനസ്സിനെ ബാധിക്കും. രോഗങ്ങൾ മാറി മാറി വരുമ്പോൾ അത് മനസ്സിനെ വല്ലാണ്ട്. ബാബ ഡബിൾ ബീമാരി ആകും, മനസ്സിനെ ബാധിക്കരുത്. അങ്ങനെ മനസ്സിനെ ബാധിക്കുമ്പോൾ അത് ബാബയോട് പറയും. അല്ലാണ്ട് നമ്മളെല്ലാവരോടും പോയി ഞാൻ ഇനി എന്ത് എല്ലാ അവസ്ഥയും ഡോക്ടർ ക്യാൻസർ ആണെന്ന് പറയും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ. നമ്മുടെ മട്ടാഞ്ചേരിയിലൊരു ഭാഗ്യം ഉണ്ട്. ഡോക്ടർ പറഞ്ഞു വീട്ടുകാരെ വിളിക്കണം. അപ്പോൾ എന്താ ഡോക്ടറെ കാര്യം പറയും? നിങ്ങൾക്ക് ലിവർ ക്യാൻസർ ആണ്, അത്രേ ഉള്ളൂ. ഞാൻ വേറെ എന്തോ കാര്യം. അപ്പൊ ബാബ പറയാണ് ഒരു ദേഹധാരി മുമ്പിലും നമ്മുടെ പ്രയാസങ്ങൾ വയ്ക്കരുത്. ഖുദായി ഖിദ്മത്ഗാർ ബൻ സബ്കോ ബഹസ്ത് മേ ചലനെ കാ രാസ്ത ബതാ. ഈശ്വരീയ സേവകരായി ബഹസ്തിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. സബ്കാ കല്യാണകാരി ബനാഹി. എല്ലാവരുടെയും, നമുക്ക് ജാതിമതം ഇല്ലാതെ എല്ലാവരുടെയും മംഗളം നമ്മൾ ചെയ്യും. വരദാൻ ബ്രാഹ്മൺ ജീവൻ മേ സദാ സുഖ ദേനെ और लेने वाले അതീന്ദ്രിയ സുഖയ്ക്ക് അധികാരി ഭവ. ഈ ബ്രാഹ്മണ ജീവിതത്തിൽ സദാ സുഖം നൽകുകയും സുഖം എടുക്കുകയും ചെയ്യുന്ന അതീന്ദ്രിയ സുഖത്തിന്റെ അധികാരിയായി ഭവിക്കും. ബ്രാഹ്മണ ജീവിതത്തിൽ സദാ സുഖം കൊടുക്കുകയും സുഖം എടുക്കുകയും ചെയ്യുന്ന അതീന്ദ്രിയ സുഖത്തിന്റെ അധികാരിയായി ഭവിക്കും. जो അതീന്ദ്രിയ സുഖಕ್ಕೆ അധികാരി ഹെ വേ സദാ ബാബ് കെ സാത്ത് സുഖം കെ ചൂലെ മേ ചൂൽത്തെ. അതീന്ദ്രിയ സുഖത്തിന്റെ അധികാരികളായവർ സദാ ബാബയുടെ കൂടെ സുഖത്തിന്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കും. ഉനെ കവി യഹ് സങ്കല്പനഹിം ആസക്താക്കി ഫലാനെ മുജെ ബഹുത് ദുഃഖിയ. ഇവരെന്നെ വളരെയധികം ദുഃഖിപ്പിച്ചു എന്നൊരു വിചാരം അവർക്കുണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവില്ല. ഉനക്കാ വായിദാഹെ ന ദുഃഖ ദേങ്കെ ന ദുഃഖ ലേങ്കെ.
എന്തുകൊണ്ടെന്നാൽ ബാബയുടെ കുട്ടികളുടെ പ്രതിജ്ഞ എന്താ? ഞാൻ ആരെയും ദുഃഖിപ്പിക്കുകയില്ല, ആരെന്ത് കാണിച്ചാലും ഞാൻ ആ ദുഃഖം സ്വീകരിക്കുകയില്ല. അഗർ കൊയ് ജബർദസ്തി പേ ദേത്തോ ഉസി ധാരണ നഹീ കർ. ഇനി ആരെങ്കിലും അങ്ങനെ നമ്മളെ ദുഃഖിപ്പിക്കാൻ തന്നെ നടക്കുകയാണെങ്കിൽ ബാബ പറഞ്ഞു നിങ്ങൾ അത് എടുക്കണ്ട, അത്രയല്ലേ ഉള്ളൂ. എടുക്കണമെടുക്കണത് നമ്മളെ കാര്യത്തിലല്ല. ബ്രാഹ്മൺ ആത്മാ അർത്ഥാത് സദാ സുഖി. ബ്രാഹ്മണ ആത്മാവെന്ന് പറഞ്ഞാൽ സദാ സുഖമായിട്ട് നടക്കും. ബ്രാഹ്മണം കാമഹി സുഖദേന അവർ. ബ്രാഹ്മണരുടെ ജോലി തന്നെ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുക, മറ്റുള്ളവർ നൽകുന്ന സുഖം മാത്രം എടുക്കുക. ഒരു കണ്ണി കണ്ട കാര്യം പറഞ്ഞു, അവർ പറഞ്ഞു ആ വിട്ടേക്ക്, അതിനെടുക്കാൻ പോയത്. എന്നിട്ട് അവരെന്നെ ദുഃഖിപ്പിച്ചു, അവരെന്നോട് അങ്ങനെ കാണിച്ചു. അവർ എന്തിനാ അങ്ങനെയൊക്കെ പോയത്? അത് എടുക്കാതിരുന്നാൽ മതി, അത് അവരവരുടെ ബുദ്ധിയായിരിക്കും, വിവേകമുണ്ടാകും. വേ സദാ സുഖമായി സംസാരമേ രഹനേ വാലി സുഖസ്വരൂപ ആത്മാഹോഗി. അവരെ സദാ സുഖമായ ലോകത്തിൽ ഇരിക്കുന്ന സുഖ സ്വരൂപ ആത്മാക്കളായി. അപ്പൊ അത് നമ്മുടെ ഒരു ടാർഗറ്റ് ആണ്. എല്ലാവർക്കും നമ്മൾ സുഖം കൊടുക്കണം. ആര് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്താലും പറഞ്ഞാലും എടുക്കരുത്, അത് മനസ്സിനെ ബാധിക്കും. അതുകൊണ്ടാണ് ബാബ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിലെ കാര്യങ്ങൾ ബാബയോട് പറയാം. നമ്മുടെ ദുഃഖങ്ങൾ വേറൊരാളോട് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ദുഃഖം വരാം. ഏറ്റവും വലിയ ഗതികേടെന്താ ഈ കാലഘട്ടത്തിൽ? അവരത് വേറൊരാളോട് ഉപയോഗിക്കാം. അതോടുകൂടി നമ്മൾ പറയും ഞാൻ അവരോട് മനസ്സ് തുറന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നാട്ടുകാർ മുഴുവനാണ്. അപ്പൊ അത് വേറെ ഗുലുമാലായി അല്ലെ. പിന്നെ വേറൊരു കാര്യം എന്താ? ബാബ പറഞ്ഞു ആളുകള് ദേവതകളുടെ മുമ്പിൽ പോയിട്ടാണ് പരാതി പറയുന്നത്. നിങ്ങൾ ദേവതകൾ ഇനി ആരോട് പോയി പരാതി പറയാൻ? നമ്മൾ ദേവതകളല്ലേ, നമ്മൾ ദേവതകൾ. ബാബ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ആൾക്കാർ വന്ന് പരാതി പ്രയാസം, നിങ്ങൾ ദേവതകൾ ഇനി ആരോടും പോയി പ്രയാസം പറയണം. പറഞ്ഞു അത് വേണ്ട, അത് ബാബയ്ക്ക് ഇഷ്ടമല്ല. ഇന്നത്തെ സ്ലോഗൻ നമ്ര ബനോ തോ ലോക നമൻ കർത്തേ ഹുയേ സഹയോഗ. വിനയമുള്ളവരാകും, ലോകരെ നമിച്ച് സഹയോഗം നൽകും. വിനയമുള്ളവരാകാണെങ്കിൽ ലോകരെ നമിച്ച് നമുക്ക് സഹയോഗം നൽകും. ഓം ശാന്തി. അപ്പൊ ഇന്ന് ബാബ എന്താണ് പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ ബാബ വന്നിരിക്കുന്നത് സൗഭാഗ്യശാലിയാക്കാനാണ്. സൗഭാഗ്യശാലി എന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ അധികാരി. കുട്ടികളുടെ കർത്തവ്യമാണ് എല്ലാവരെയും മറ്റുള്ളവരെയും തനിക്ക് സമാനമാണ്. ഈ നമ്പർ 1 കോൺഫറൻസ് ഏതാണ്, എപ്പോഴാണ്, അതിന്റെ പ്രാപ്തി എന്താണ്? ഈ സമയത്ത് സംഗമത്തിൽ നടക്കുന്ന ആത്മപരമാത്മ മിലനമാണ് നമ്പർ 1 കോൺഫറൻസ്. ഈ കോൺഫറൻസ് ആത്മാക്കളും പരമാത്മാക്കളും കൂടി നടക്കുമ്പോൾ മുക്തിയും ജീവൻ മുക്തിയുടെയും സ്വത്ത് കിട്ടും. ഇതാണ് സത്യമായ കുംഭമേള. ഇതിനുശേഷം പിന്നെ കോൺഫറൻസും ഉണ്ടാവില്ല, യജ്ഞം ഉണ്ടാവില്ല, തപം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എല്ലാം നിലച്ചു പോകും. പിന്നെ ബാബ എന്താ പറഞ്ഞത്? എല്ലാവരുടെയും ഭാഗ്യവിധാതാവാണ് മാതാക്കള്. ആ മാതാക്കളെ രചിച്ചത് ബാബയാണ്. ഏറ്റവും വലിയ അമ്മ ബ്രഹ്മാവാണ്. ബ്രഹ്മാവിൽ ഭഗവാൻ വന്ന് സൃഷ്ടിയെ രചിക്കുകയാണ്. ബാബ നിരാകാരനാണ്. ബാബയ്ക്ക് നമ്മളോട് സംസാരിക്കണമെങ്കിൽ, ബാബയ്ക്ക് ജ്ഞാനം നൽകണമെങ്കിൽ, ബാബയ്ക്ക് നമ്മുടെ സ്വത്ത് നൽകണമെങ്കിൽ ബാബയ്ക്ക് വന്നേ മതിയാകൂ. ബാബ പറഞ്ഞു ഞാൻ വരുന്നത് നരകത്തിന്റെ അവസാനം പതിതരെ പാവനമാക്കാനായതുകൊണ്ട് നമ്പർ 1 പാവനമായിരുന്ന നമ്പർ 1 പാവനമാകണ്ട ഇപ്പോൾ പതിതമായി കിടക്കുന്ന ദേഹത്തിൽ എനിക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അക്കാര്യത്തിൽ കുട്ടികൾ സംശയിക്കരുത്. എന്തുകൊണ്ട് ഇതിൽ തന്നെ വന്നു? അതിന് കാരണമുണ്ട്. ബാബ പറയണം ബ്രഹ്മാവിലൂടെ ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആത്മപരമാത്മ മിലനം നടക്കണമെങ്കിൽ ഇതിന്റെ യഥാർത്ഥമായ അറിവ് വേണം. ഭക്തിമാർഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭക്തർ പാടുന്നു പറയുന്നു എന്നല്ലാണ്ട് ഒരു കഴമ്പും അതിനകത്തില്ല. ബാബ പറയാൻ കരുതനയിൽ അവർക്ക് പരമാത്മാവിനെ അറിയാൻ പാടില്ല. ആത്മാവ് എന്താന്ന് പോലും അറിയാൻ പാടില്ല. പരമാത്മാവ് ഒരു ബിന്ദുവാണ്. ആ പരമാത്മാവിൽ ഒരു പാർട്ടുണ്ട്. ആ പരമാത്മാവ് കൽപ്പകൽപ്പത്തിൽ സംഗമത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അത് ഭാരതത്തിലെ വരുള്ളൂ, ഒരു സാധാരണ ശരീരത്തിലെ വരുള്ളൂ. ബാബ പറഞ്ഞു ഇതൊന്നും ഒരു ശാസ്ത്രങ്ങളും ഇല്ലാത്ത കാര്യമായതുകൊണ്ട് പെട്ടെന്ന് ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ബാബ പറഞ്ഞു ഈ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ നമ്മൾ ചെയ്ത പുരുഷാർത്ഥത്തിന്റെ ഫലമാണ് സൂര്യവംശ ചന്ദ്രവംശത്തിൽ നമ്മുടെ പദവിയുടെ ആധാരം. ചന്ദ്രവംശം എന്ന് പറയുമ്പോൾ അതൊരു പ്രാപ്തി എന്ന് ബാബ പറയില്ല. എന്തുകൊണ്ടെന്നാൽ 2 കലകൾ കുറഞ്ഞൊരു സമയമാണ്. സ്വർഗത്തിലെ സൂര്യവംശത്തിലെ രാജകുമാരനും കുമാരിയുമാകാനാണ് ബാബ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഈശ്വരൻ സ്ഥാപിച്ച വിദ്യാലയത്തിൽ ഈശ്വരൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആകേണ്ടത് അങ്ങനെയാണ്. ബാബ പറഞ്ഞു പ്രാലബ്ധത്തിന്റെ ആധാരം അവരവരുടെ പരിശ്രമമാണ്. പരിശ്രമം നമ്പർ 1 ആയതുകൊണ്ടാണ് പദവിക്ക് നമ്പർ 1 ആയത്. അതുകൊണ്ട് ബാബ പറഞ്ഞു നമ്മുടെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ, ബാബയുടെ ജ്ഞാനമെടുത്ത് പരിശ്രമിക്കുക. നമ്മുടെ ഹൃദയത്തിലെ കാര്യങ്ങൾ, അതൊരു ധാരണയുടെ കാര്യമാണ്. ഹൃദയത്തിലെ കാര്യങ്ങൾ നമ്മൾ ബാബയുടെ പറയാവൂ. ബാബയുമായിട്ട് മാത്രമേ നമ്മൾ കമ്മ്യൂണിയൻ വെക്കാവൂ. ബ്രഹ്മാവ് രചയിതാവുമല്ല, ബ്രഹ്മാവ് ദൈവവുമല്ല. ബ്രഹ്മാവുമായിട്ട് പോലും നമ്മുടെ കമ്മ്യൂണിയൻ പാടില്ല. ജ്ഞാനമാർഗത്തിൽ അല്ലെങ്കിൽ ഭക്തിമാർഗത്തിലെ ജ്ഞാനികൾക്ക് ഏറ്റവും വലിയ കമ്മ്യൂണിയൻ ബ്രഹ്മവുമായിട്ടാണ്. അവർ ബ്രഹ്മം ദൈവം എന്ന് പറഞ്ഞു. ബാബ ബ്രഹ്മം തത്വമാണ്. ബ്രഹ്മത്തിനോട് സംസാരിക്കാൻ പറ്റില്ല, ബ്രഹ്മത്തിന് വരാനും പറ്റില്ല, ബ്രഹ്മത്തിന് സ്നേഹിക്കാനും പറ്റില്ല, ബ്രഹ്മത്തിന് സമ്പത്ത് നൽകാൻ പറ്റില്ല. ബ്രഹ്മത്തിലിരിക്കുന്ന പരമാത്മാവുമായിട്ടാണ് നമ്മുടെ ബന്ധം. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് ബാബ പറയണു നമ്മൾ ജീവാത്മാക്കൾ പരമാത്മാവുമായിട്ട് കമ്മ്യൂണിയൻ വയ്ക്കണം. പിന്നെ നമ്മുടെ ഹൃദയത്തിന്റെ കാര്യങ്ങൾ ബാബയോട് പറയുക. വേറെ ആരുടെയും ദേഹധാരികളുടെ മുമ്പിൽ വയ്ക്കരുത്. നമ്മൾ ഓരോരുത്തരും ഈശ്വരീയ സേവകരായി മാറി എല്ലാവരുടെയും മംഗളം നമ്മൾ ചെയ്യണം. വരദാനത്തിൽ ബാബ പറഞ്ഞു ബ്രാഹ്മണരുടെ ജീവിതം
സുഖമയമായ ജീവിതമാകണം. സുഖമയമായ ജീവിതം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിയും സുഖം കൊടുക്കുക. ആളുകൾ എന്ത് നൽകിയാലും അതിന് സുഖം മാത്രം നമ്മൾ എടുക്കും. പിന്നെ സേവയ്ക്ക് വേണ്ടിയിട്ട് ബാബു പറയുന്നു, മറ്റുള്ളവരുടെ സഹയോഗം കിട്ടണമെങ്കിൽ ധിക്കാരം കാണിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ബാബു നമ്മളോട് പറയും നമ്മൾ ഏറ്റവും വലിയ ആൾക്കാരാണ്. പക്ഷെ ആൾക്കാർ പോയിട്ട് ഞങ്ങൾ ഏറ്റവും വലിയ ആൾക്കാരാണ്, എന്തുകൊണ്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞില്ല, എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല. അപ്പൊ ആൾക്കാർ സഹയോഗം നൽകില്ല. വിനയമുള്ളവരായി മാറാണെങ്കിൽ അവരും നമുക്ക് വിനയമുള്ളവരായി മാറി സഹയോഗം നൽകും. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ധാരണയാണ് വിനയം. ഓം ശാന്തി. ആരും പോകരുത് കേട്ടോ.